ഹരി ഓം ഹരി ഓം. ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോऽത്ര പരമോ നിർമ്മത്സരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ. സദ്യോ ഹൃദ്യവരുദ്ധ്യതേऽത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം. പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേതുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായശേതേ യദമൂഷു പൂരുഷഃ.
ഭുങ്ക്തേ ഗുണാൻ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും ശുഭദിനം. വൃശ്ചിക പുലരി ആശംസകൾ, മണ്ഡലകാല ആശംസകൾ. സ്വാമിയേ ശരണമയ്യപ്പ. എല്ലാവർക്കും ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. നാരായണ. ഹരി ഓം, ഹരി ഓം. ഇപ്പോൾ ഇന്നലെ മുഴുവൻ തിരക്കായിരുന്നു. ഞാൻ പറഞ്ഞു, ഋഷികേശിലെ നമ്മുടെ ആശ്രമത്തിൻ്റെ മഠാധിപതി ആചാര്യൻ സംപൂജ്യ സ്വാമി സാക്ഷാത്കൃതാനന്ദ സരസ്വതി മഹാരാജ് ഇന്നലെ പാലക്കാട്. അപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാനും കോങ്ങാടുള്ള സദാനന്ദ സരസ്വതി സ്വാമിയുടെ സമാധി സ്ഥലത്തേക്ക് കൂട്ടിയിട്ട് പോകാനും പിന്നെ ഇവിടെയും നമ്മുടെ ആശ്രമത്തിലേക്കും കൂട്ടിയിട്ട് വന്ന് ഇവിടെ താമസിച്ചു ഇന്നലെ രാത്രി. ഇന്ന് രാവിലെ നേരത്തെ കോഴിക്കോട്ടേക്ക് പോയി. ഞാനും കൂടെ പോകേണ്ടതാണ്. പക്ഷെ വേറെയും വണ്ടികൾ ഉള്ളതുകൊണ്ട് എല്ലാ വണ്ടികളും കൂടി വേണ്ടാന്ന് വെച്ചു. അപ്പം ഞാൻ പതുക്കെ ഇന്ന് വൈകിട്ടൊരു പ്രോഗ്രാമുണ്ട് എനിക്ക് പാലക്കാട്. നാളെ ഈ നേരത്ത് ചേർത്തലയിൽ പ്രഭാഷണമുണ്ട്. അത്രയും തിരക്കുള്ളതുകൊണ്ട് സ്വാമിജി പറഞ്ഞു നിങ്ങൾ വരണമെന്നില്ല, പൊക്കോളാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇന്ന് ഇവിടെ ഉണ്ടായി. രാവിലത്തെ ക്ലാസ് എടുക്കാമെന്ന് വിചാരിച്ചു. വൈകുന്നേരം പുറത്താണ്, പ്രഭാഷണമുണ്ട്. നാരായണ. നാളെ ഈ നേരത്ത് ചേർത്തല, പള്ളിപ്പുറം, ഐരാണിക്കുളം മഹാദേവനും ദേവിയൊക്കെയുള്ള ക്ഷേത്രമാണ്. അവിടെ ആയിരിക്കും. അപ്പം നമുക്ക് ഇന്നൊരു ക്ലാസ് കാണാം. ഒരു ഭാഗവത ജ്ഞാനഗംഗ 84-ാം അധ്യായം. മഹർഷിമാരും ഭഗവാനും യാദവന്മാർ വസുദേവരെല്ലാവരും അവരുമായിട്ട് സമാഗമിക്കുന്നതായിട്ടുള്ള രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ
ഭഗവാൻ മഹർഷിമാരുടെ മാഹാത്മ്യം എടുത്തു പറഞ്ഞു. മഹർഷിമാർ ഭഗവാന്റെ മഹത്വം സ്തുതിച്ചു. അതിനുശേഷം അവർ പോകാനായിട്ട് പുറപ്പെട്ട സമയത്ത് വസുദേവർ ചില ചോദ്യങ്ങൾ ചോദിച്ചു. കർമ്മം കൊണ്ട് എങ്ങനെ കർമ്മത്തെ നശിപ്പിക്കാം എന്നതായിരുന്നു ചോദ്യം. അപ്പോൾ വളരെ എന്താ പറയുക, വലിയ പണ്ഡിതന്മാരെ സംബന്ധിച്ച് ബാലിശമായിട്ടുള്ള ചോദ്യം. അപ്പോൾ അത് കേട്ട് മുനിമാരെല്ലാം ആശ്ചര്യപ്പെട്ടു. ആ സമയത്ത് നാരദ മഹർഷി മുനിമാരോട് പറയണം, ആശ്ചര്യപ്പെടണ്ട, ഇദ്ദേഹം ഭഗവാൻ കൃഷ്ണനെ മകനെന്ന് കരുതി, പുത്രനെന്ന് കരുതി അദ്ദേഹത്തെ വേണ്ട പോലെ ഉപയോഗിച്ചിട്ടില്ല. ഗുരുവെന്ന് കണ്ട് അറിയേണ്ടത് അറിഞ്ഞിട്ടില്ല. സർവജ്ഞനായിട്ടുള്ള ഭഗവാനിൽ നിന്ന് എന്തെല്ലാം അറിവ് നേടാവോ അതൊന്നും നേടിയിട്ടില്ല എന്ന് പറയാണ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സംശയം തീർത്തു കൊടുക്കുകയാണ്. അതിനുശേഷം വസുദേവർ ഒരു യജ്ഞം നടത്തുന്നു, ഈ മുനിമാരെ തന്നെ പുരോഹിതന്മാരാക്കിക്കൊണ്ട്. അങ്ങനെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് 16-ാം ശ്ലോകം മുതൽക്ക് വായിക്കാം. നാരായണ. 84-ാം അധ്യായത്തിലെ 16-ാം ശ്ലോകം മുതൽ. മുനയ ഊജു. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ചതുരശീതിതമോऽധ്യായഃ. മുനയ ഊജുഃ. യന്മായയാ തത്ത്വവിദുത്തമാ വയം വിമോഹിതാ വിശ്വസൃജാമധീശ്വരാः. യദീശിതവ്യായതി ഗൂഢൈഹയാ അഹോ വിചിത്രം ഭഗവദ്വിചേഷ്ടിതം. അനീഹയേതത് ബഹുധൈക ആത്മനാ സൃജത്യവത്യത്തി ന ബധ്യത്തെ യഥാ. ഭൗമൈർഹി ഭൂമിർബഹുനാമരൂപിണീ അഹോ വിഭൂംനശ്ചരിതം വിഡംബനം. അഥാപി കാലേ സ്വജനാഭിഗുപ്തയേ ബിഭർഷി സത്വം ഖലനിഗ്രഹായ ച സ്വലീലയാ വേദപദം സനാതനം വർണ്ണാശ്രമാത്മാ പുരുഷഃ പരോ ഭവാൻ. ബ്രഹ്മത്തെ ഹൃദയം ശുക്ലം തപസ്വാധ്യായ സംയമൈഃ യത്രോപലബ്ധം സദ്വ്യക്തം അവ്യക്തം ച തതഃ പരം. തസ്മാത് ബ്രഹ്മകുലം ബ്രഹ്മൻ ശാസ്ത്രയോനേസ്ത്വമാത്മനഃ സഭാജയസി സദ്ധാമ തദ്ബ്രഹ്മണ്യാഗ്രണീർഭവാൻ. അദ്യ നോ ജന്മസാഫല്യം വിദ്യായാസ്തപസോ ദൃശഃ ത്വയാ സംഗമ്യ സദ്ഗത്യാ യദന്തശ്രേയസാം പരഃ. നമസ്തസ്മൈ ഭഗവതേ കൃഷ്ണായ കുണ്ഡമേധസേ സ്വയോഗമായയാ ഛന്നമഹിംനേ പരമാത്മനേ. നയം വിദന്ത്യമീ ഭൂപാഃ ഏകാരാമാശ്ച വൃഷ്ണയഃ മായാജവനികാച്ഛന്നം ആത്മാനം കാലമീശ്വരം. യദാ ശയാനഃ പുരുഷഃ ആത്മാനം ഗുണതത്വദൃക് നാമമാത്രേന്ദ്രിയാബാധം ന വേദരഹിതം പരം. ഏവം ത്വാ നാമമാത്രേഷു വിഷയേഷ്വിന്ദ്രിയേഹയാ മായയാ വിഭ്രമച്ചിത്തോ ന വേദ സ്മൃത്യുപപ്ലവാത്. തസ്യാദ്യത്തെ ദദൃശിമാംഗ്രിമഘൗഗമർഷതീർത്ഥാസ്പദം ഹൃദി കൃതം സുവിപക്വയോഗൈഃ ഉത്സിക്തഭക്ത്യുപഹദാശയ ജീവകോശാഃ ആപുർഭവദ്ഗതിമധോനുഗൃഹാണ ഭക്താൻ. ശ്രീശുക ഉവാച. ഇത്യനുജ്ഞാപ്യദാശാർഹം ധൃതരാഷ്ട്രം യുധിഷ്ഠിരം രാജർഷേ സ്വാശ്രമാൻ ഗന്തും മുനയോ ദധിരേ മനഃ. തദ്വീക്ഷ്യ താനുപവ്രജ്യ വസുദേവോ മഹായശാഃ പ്രണമ്യ ചോപസംഗൃഹ്യ ബഭാഷേദം സുയന്ത്രിതഃ. വസുദേവ ഉവാച. നമോ വഃ സർവദേവേഭ്യഃ
ഋഷയഃ ശ്രോതുമർഹത കർമ്മണാ കർമ്മനിർഹാരോ യഥാ സ്യാന്നസ്തദുച്യതാം. നാരദ ഉവാച നാതിചിത്രമിദം വിപ്രാഹ വസുദേവോ ബുഭുത്സയാ കൃഷ്ണം മത്വാർഭകം ജന്നഃ പൃച്ഛതി ശ്രേയ ആത്മനഃ. സന്നികർഷോ ഹി മർത്യാനാം അനാദരണകാരണം ഗാംഗം ഹിത്വാ യദാന്യാംബഃ തത്രത്യോ യാതി ശുദ്ധയേ. യസ്യാനുഭൂതികാലേന ലയോൽപത്യാദിനാസ്യ വൈ സ്വതോന്യസ്മാच्च ഗുണദോ ന കുതശ്ചന രിഷ്യതി. തം ക്ലേശകർമ്മ പരിപാക ഗുണപ്രവാഹൈഃ അവ്യാഹതാനുഭവമീശ്വരമദ്വിതീയം പ്രാണാദിഭിः സ്വവിഭവൈരുപഗൂഢമന്യോ മന്യേത സൂര്യമിവ മേഘഹിമോപരാഗൈഃ. അധോ ജുർമുനയോ രാജൻ ആഭാഷ്യാനകദുന്ദുഭിം സർവേഷാം ശൃണ്വതാം രാജ്ഞാം തഥൈവാച്യുതരാമയോഃ. കർമ്മണാ കർമ്മനിർഹാരഃ യേഷ സാധു നിരൂപിതഃ യശ്രദ്ധയാ യജേദ്വിഷ്ണും സർവയജ്ഞേശ്വരം മഗൈഃ. ചിത്തസ്യോപശമോയം വൈ കവിഭിः ശാസ്ത്രചക്ഷുഷാ ദർശിതഃ സുഗമോ യോഗോ ധർമ്മശ്ചാത്മമുദാവഹഃ. അയം സ്വസ്ത്യയനഃ പന്ഥാ ദ്വിജാദേർഗൃഹമേദിനഃ യശ്രദ്ധയാപ്തവിത്തേന ശുക്ലേനേജ്യേത പൂരുഷഃ. വിത്തൈഷണാം യജ്ഞദാനൈർഗൃഹൈർദാരസുതൈഷണാം ആത്മലോകൈഷണാം ദേവകാലേന വിസൃജേദ്ബുധഃ. ഗ്രാമേ ത്യക്തൈഷണാ സർവേ യയുർധീരാസ്തപോവനം ഋണൈസ്ത്രിഭിർദ്വിജോ ജാതോ ദേവർഷിപിതॄണാം പ്രഭോ യജ്ഞാദ്യയന പുത്രൈസ്താനി അനിസ്തീര്യത്യജൻപതേവ. ത്വം ത്വദ്യമുക്തോ ദ്വാഭ്യാം വൈ ഋഷിപിത്രോർമഹാമതേ യജ്ഞൈർദേവർണമുന്മുച്യ നിർഋണോ അശരണോ ഭവ. വസുദേവ ഭവാൻ നൂനം ഭക്ത്യാ പരമയാ ഹരിം ജഗദാമീശ്വരം പ്രാർച്ചഃ സ യദ്വാം പുത്രതാം ഗതഃ. ശ്രീശുക ഉവാച ഇതി തദ്വചനം ശ്രുത്വാ വസുദേവോ മഹാമനാഃ താൻ ഋഷീൻ ഋത്വിജോ വവ്രേ മൂർധ്നാ നമ്യ പ്രസാദ്യ ച. തയേനം ഋഷയോ രാജൻ വൃതാ ധർമ്മേണ ധാർമ്മികം തസ്മിന്നയാജയൻ ക്ഷേത്രേ മഗൈരുത്തമകൽപകൈഃ. തദ്ദീക്ഷായാം പ്രവൃത്തായാം വൃഷ്ണയഃ പുഷ്കരസ്രജഃ സ്നാദാഃ സുവാസസോ രാജൻ രാജാനഃ സുഷ്ട്വലങ്കൃതാഃ. തന്മഹിഷ്യശ്ച മുദിതാ നിഷ്കകണ്ഠ്യഃ സുവാസസഃ ദീക്ഷാശാലാമുപാജഗ്മോ ആലിപ്താ വസ്തുപാണയഃ. നേതുർമൃദംഗപടഃ ശംഖഭേര്യാനഗാദയഃ നനുർനടനർത്തക്യഃ തുഷ്ടുവുഃ സൂതമാഗതാഃ. ജഗുസ്സു കണ്ഠ്യോ ഗന്ധർവ്യഃ സംഗീതം സഹ ഭർതൃകാഃ. തം അഭ്യഷിഞ്ചൻ വിധിവത് അക്തം അഭ്യക്തമൃത്വിജഃ പത്നീഭിരഷ്ടാദശഭിः സോമരാജമിവോടുഭിः. താഭിർദുകൂലവലയൈർഹാരനൂപുരകുണ്ഡലൈः സ്വലങ്കൃതാഭിർവിഭവൗ ദീക്ഷിതോऽജിനസംവൃതഃ. തസ്യ ത്വിജോ മഹാരാജ രത്നകൗശേയവാസസഃ സദസ്യാവിരേതുസ്തേ യഥാ വൃത്രഹണിദ്വരേ. തദാ രാമശ്ച കൃഷ്ണശ്ച സ്വൈ സ്വൈർബന്ധുഭിരന്വിതൗ രേജദുസ്വസുതൈർദാരൈഃ ജീവേശൗ സ്വവിഭൂതിഭിഃ. അവിടെ നിൽക്കട്ടെ. 50 ശ്ലോകമായി. 50ാം ശ്ലോകത്തിൽ നിർത്തുകയാണ്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരേ നമഃ. 31ാം ശ്ലോകം വരെയാണ്
കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും വൃശ്ചികമാസ മണ്ഡലമാസ ആശംസകൾ. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. ഭഗവാന്റെ മഹിമ മനസ്സിലാക്കിക്കൊണ്ട് ഋഷിമുനിമാർ ഭഗവാനെ സ്തുതിച്ചു. മായായവനികാച്ഛന്നനായിരിക്കുന്നത് കൊണ്ട് ഭഗവാനെ എല്ലാവരും അറിയുന്നില്ല. അറിയുന്നവർ മാത്രമേ അറിയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അല്ലേ, ഭഗവാനെ അറിയാത്തവർ ഭഗവാനെ ഭജിക്കുന്നതും കുറവാണ്. ഭഗവാനെ അറിയുന്നവരാണ് ഭഗവാനെ വേണ്ട പോലെ ഭജിക്കുന്നത്. അപ്പോൾ ആ മായ നീങ്ങാനായിട്ട് ഗുരുക്കന്മാരുടെ അനുഗ്രഹം തന്നെയാണ് വേണ്ടത് എന്നുള്ളതാണ് ഇവിടെ ഈ സമാഗമത്തിൻ്റെ താല്പര്യം. ഗുരുക്കന്മാർ നമ്മൾക്ക് ഭഗവാന്റെ മഹിമ വർണ്ണിച്ചു തരുന്നു. ഇപ്പോൾ ഇവിടെ അതല്ലേ സന്ദർഭം. ഭഗവാനെക്കുറിച്ച് കുറേയൊക്കെ മാഹാത്മ്യം അറിയുന്നവർ തന്നെയാണ് അവിടെ വന്നു ചേർന്നതെങ്കിലും ശരിയായ രീതിയിൽ ഭഗവാന്റെ തത്വം അറിയുന്നവർ വളരെ ചുരുക്കമായതുകൊണ്ടാണ് ഈ മുനിമാരെല്ലാവരും കേൾക്കെ ഭഗവാന്റെ മഹിമയെ എല്ലാ രാജാക്കന്മാർക്കും അവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഗുരുക്കന്മാരുടെ ധർമ്മം ഇതാണ്, വെളിപ്പെടുത്തി കൊടുക്കൽ അല്ലേ. അജ്ഞാനം കൊണ്ട് മറഞ്ഞു കിടക്കുന്ന, ആവരണം ചെയ്യപ്പെട്ട് കിടക്കുന്നതായിട്ടുള്ള കാര്യങ്ങളെ, വസ്തുതകളെ പ്രകാശിപ്പിക്കുക. അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ. ഇതാണ് ഗുരുക്കന്മാർ ചെയ്യുന്ന പ്രവൃത്തി. അതിൻ്റെ പ്രതീകമാണ് നമ്മൾ പറയാറുണ്ട്. ക്ഷേത്രങ്ങളിൽ, തമിഴ്നാട് ക്ഷേത്രങ്ങളിൽ പ്രത്യേകിച്ച് നമ്മൾ ചെല്ലുമ്പോൾ ദീപാരാധന കാണിച്ചു തരുന്നത്, കർപ്പൂരാരതി കാണിച്ചു തരുന്നത്. നമ്മൾ എന്തിനു പോയതാണ്? ഈശ്വരനെ കാണാൻ ചെന്നതാണ്. ഈശ്വരനെ കാണാൻ അവിടെ ശ്രീകോവിലിനകത്ത് വ്യക്തമല്ല, വേണ്ടത്ര വെളിച്ചമൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് അവ്യക്തമായിട്ട് എന്താ അവിടെ ഉള്ളതെന്ന് അറിയുന്നില്ല. അപ്പം എന്ത് ചെയ്യണു? അവിടെയുള്ള ഗുരുക്കൾ എന്ന് വിളിക്കപ്പെടുന്ന പൂജകന്മാർ അവർ നല്ല വെളിച്ചം കാണിച്ചു തരുന്നു. അവർ കർപ്പൂരം എടുത്ത് ഭഗവാന്റെ കേശാദിപാദം നന്നായിട്ട് നമുക്ക് പ്രകാശിപ്പിച്ചു തരുന്നു. ഓരോ അവയവങ്ങളും, ഭഗവാന്റെ ആഭരണങ്ങൾ, ഭഗവാന്റെ ആയുധങ്ങൾ, ഭഗവാന്റെ വസ്ത്രഭൂഷാദികൾ എല്ലാം കാണിച്ചു തന്നുകൊണ്ട് നല്ലോണം കണ്ടോളൂ എന്ന് പറഞ്ഞ് നമ്മളെ ഭഗവാനെ ദർശിപ്പിക്കുന്നു. ആ ഭഗവത് ദർശനം കാണിപ്പിച്ചു തരലാണ് ഗുരുക്കന്മാരുടെ ധർമ്മം. ഇവിടെയും ഈ ഋഷിമുനിമാർ അതുതന്നെയാണ് ചെയ്തത്. ഭഗവാന്റെ തത്വം അവിടെ കൂടിയിരിക്കുന്നവർക്കൊക്കെ പ്രകാശിപ്പിച്ചു. അപ്പോൾ ഭഗവാൻ അതിനു മുമ്പേ തന്നെ ഈ ഗുരുക്കന്മാരുടെ മഹിമയും നന്നായി പ്രകാശിപ്പിച്ചു. കാരണം ആ ഗുരുക്കന്മാരാണ് നമുക്ക് ഭഗവാനെ കാണിച്ചു തരുന്നവർ. അപ്പോൾ ഗുരുവിൻ്റെ വഴിയിലൂടെ വേണം നമ്മൾ വരാൻ. ഗുരുക്കന്മാരുടെ പുറകെ പോയാൽ ആ ഗുരുക്കന്മാർ നമുക്ക് ഈശ്വരൻ്റെ അടുത്തേക്ക് എത്തിക്കും. അതാണ് ഉപനയനം എന്ന് പറയുന്ന തത്വം. ഉപനയിക്കൽ അല്ലേ. അച്ഛനമ്മമാർ തങ്ങളെക്കാൾ അറിവുള്ള ജ്ഞാനിയായ ഒരു ഗുരുവിൻ്റെ അടുത്തേക്ക് കുട്ടിയെ നയിക്കുന്നു. ആ ഗുരു അവനെ വേദങ്ങളിലൂടെ ഈശ്വരനിലേക്ക് നയിക്കുന്നു. അതാണ് ഉപനയനം. ഈശ്വരൻ്റെ അടുത്തേക്ക് നയിക്കലാണ് ഉപനയനം. അകക്കണ്ണ് തുറക്കലുമാണ് ഉപനയനം. ഏറ്റവും സമീപസ്ഥമായിരിക്കുന്ന
വസ്തുവിലേക്ക് കണ്ണ് തുറപ്പിക്കുക. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. അപ്പോൾ എന്തായാലും ആ ഗുരുക്കന്മാർ അവസാനം ഭഗവാനെ സ്തുതിച്ച് നമസ്കരിച്ച് അല്ലെങ്കിൽ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവരെ സമർപ്പിക്കുന്നത്. ഞങ്ങളെ അനുഗ്രഹിച്ചാലും, ഞങ്ങൾക്ക് ആ ഭക്തി നൽകി അനുഗ്രഹിച്ചാലും എന്നൊക്കെ പ്രാർത്ഥിക്കണം. ഉത്തമ ഭക്തി നൽകിയാലെന്നാണ്. അവരുടെ പ്രാർത്ഥന പോലെ തന്നെ നമുക്കും പ്രാർത്ഥിക്കാം. നമുക്കും ഭഗവാനോട് പ്രേമം ഉണ്ടാവട്ടെ. ഭഗവാനെ ശരിയായ രീതിയിൽ അറിയുകയും ഭഗവാനും നമ്മളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാവുകയും ഭഗവാനോടുള്ള നമ്മുടെ ആ പ്രേമം വർദ്ധിക്കുകയും ചെയ്യണം. അപ്പോൾ എന്തായാലും ആ മുനിമാർ ഭഗവാനോട് യാത്ര ചോദിച്ച് പുറപ്പെടാനായിട്ട് നിന്നതായിട്ടുള്ള സമയത്താണ് വസുദേവോ മഹായശ പ്രണമ്യ ച ഉപസംഗൃഹ്യ ബഭാഷ ഇദം സുയന്ത്രിത. അവരെ സമീപിച്ചുകൊണ്ട് പ്രണാമം ചെയ്ത് അവരുടെ കാല് പിടിക്കും പോലെ പിടിച്ച് നല്ല വിനയത്തോടുകൂടെ സുയന്ത്രിത ഇദം ബഭാഷ, നല്ല നിയന്ത്രണത്തോടുകൂടി, ഇന്ദ്രിയ മനോനിയന്ത്രണത്തോടുകൂടി, പക്വതയോടുകൂടി ഇപ്രകാരം ചോദിച്ചു. നമോവ സർവദേവേഭ്യഃ ഋഷയഃ ശ്രോതുമർഹത കർമ്മണ കർമ്മനിർഹാരോ യഥാ സ്യാത് നഹ തത് ഉച്യതാം. അപ്പോൾ ദേവസ്വരൂപികളായ അല്ലയോ ഋഷികളെ, നിങ്ങളിൽ സർവ്വദേവതകളും അടങ്ങിയിരിക്കുന്നു. നിങ്ങളെ നമസ്കരിച്ചാൽ തന്നെ സകല ദേവതകളും പ്രസാദിക്കും. അങ്ങനെയുള്ള നിങ്ങൾ എൻ്റെ വാക്കുകൾ കേൾക്കണം. എങ്ങനെയാണ് കർമ്മം കൊണ്ട് കർമ്മനിർഹാരം സംഭവിക്കുക, കർമ്മത്തിൻ്റെ നാശം സംഭവിക്കുക? യഥാസ്യാത്, എപ്രകാരമായാൽ ഭവിക്കും. തത് നഹ ഉച്യത, അത് ഞങ്ങൾക്ക് പറഞ്ഞു തരൂ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എന്താണത് തത്വം? വാസ്തവത്തിൽ കർമ്മയോഗം അല്ലെങ്കിൽ ഭാഗവത ധർമ്മം അല്ലെങ്കിൽ യജ്ഞം എന്നൊക്കെ വിളിക്കുന്ന ആ ആശയത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്. ഇപ്പോൾ മുനിമാര് വസുദേവർക്കത് പറഞ്ഞു കൊടുക്കണം. പിന്നീട് നിമി നവയോഗി സംവാദത്തിലൂടെ ഇതേ വസുദേവർക്ക് നാരദൻ കൂടുതൽ വ്യാഖ്യാനിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ചുരുക്കി പറഞ്ഞു കൊടുക്കുന്നത് കുറെ കൂടി കഴിഞ്ഞ് അല്ലേ, ഭഗവാന്റെ ദേഹവിയോഗം അടുത്തിരിക്കുന്ന, ഭഗവാൻ സ്വധാമത്തിലേക്ക് മടങ്ങിപ്പോകാനിരിക്കുന്ന സമയത്ത് വീണ്ടും വസുദേവർക്ക് ഈ ജ്ഞാനത്തെ, ഇതല്ല ഇതിൽ കൂടുതൽ ജ്ഞാനത്തെ, ഇതിപ്പോൾ ഒരു ഇനീഷ്യേഷൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് വസുദേവരെ കൂടുതൽ തത്വങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നത് നിമി നവയോഗി സംവാദത്തിലാണ്. ആ നവയോഗികൾ 9 ചോദ്യങ്ങൾക്ക് 9 ഉത്തരങ്ങൾ നിമി ചക്രവർത്തിക്ക് പറഞ്ഞു കൊടുക്കുന്നത് നാരദൻ വസുദേവന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവിടെയാണ് വസുദേവർക്ക് കുറെ കൂടി ഇരുത്തം വരിക, അല്ലെങ്കിൽ ആ ഒരു ജ്ഞാനം ഉറയ്ക്കുക. അപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക, ആദ്യ ഭാവമാണ്. അദ്ദേഹം യങ്ങാണ് ഈ പ്രായത്തിൽ, അല്ലെങ്കിൽ ഇത് ചെയ്യുമ്പോൾ, ഇത് കേൾക്കുമ്പോൾ എന്നും കൂടി വിചാരിക്കുക. കാരണം മഹാഭാരത യുദ്ധമൊന്നും ആയിട്ടില്ലല്ലോ, ചൂതുകളിയോ ഇന്ദ്രപ്രസ്ഥത്തിലെ രാജസൂയമോ ഒന്നും ആയിട്ടില്ല. അതിനു മുമ്പുള്ളതാണ് ഈ സമാഗമം. കൗരവന്മാരും പാണ്ഡവന്മാരും എല്ലാവരും ഒന്നിച്ച് വന്ന സമയത്താണല്ലോ. അപ്പോൾ കുറച്ചു കാലം മുമ്പാണ്. അപ്പോൾ നമുക്ക് അതിന് നാരദ മഹർഷി മുനിമാരോട് പറയണ, നാദിചിത്രമിതം വിപ്രാഹ വസുദേവോ ബുബുത്സയാ കൃഷ്ണം മത്വാ അർഭകം എന്നഹ പൃച്ഛതി ശ്രേയ ആത്മനഃ. അല്ലയോ വിപ്രാഹ, ഇതം ന അതിചിത്രം, ഇത് അതിവിചിത്രമായിട്ടുള്ള കാര്യമല്ല, ഇത് അത്ഭുതമല്ല, ഇതിൽ നിങ്ങൾ ആശ്ചര്യപ്പെടണ്ട. വസുദേവോ ബുബുത്സയാ പൃച്ഛതി, നഹ പൃച്ഛതി, നഹ അസ്മാൻ, നമ്മളോട് പ്രശ്നം ചെയ്യുകയാണ്. ബുബുത്സയ, കളിയാക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മളെ പരീക്ഷിക്കാനോ കളിയാക്കാനോ അല്ല, വാസ്തവത്തിൽ അദ്ദേഹത്തിന് അറിയുവാനുള്ള ഇച്ഛ കൊണ്ടാണ്. ബോദ്ധുമിച്ഛയാ, ബോദ്ധുമിച്ഛ ബുബുത്സ, ബുഭുക്ഷ എന്ന് പറഞ്ഞിട്ടൊരു രൂപമുണ്ട്.
അത് ബുഭുക്ഷ, ഭോക്തുമിച്ഛ, ഭുജിക്കുവാനുള്ള ആഗ്രഹം ബുഭുക്ഷ, ബോദ്ധുമിച്ഛ ബുബുൽസ. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം മനസ്സിലാക്കിയിരിക്കണം. പലയിടത്തും പ്രയോഗം ഉണ്ടാവും. ഇപ്പോൾ ബുഭുക്ഷ എന്ന് പറഞ്ഞാൽ വിശപ്പ്, ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹം. ബുബുൽസ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുടെ വിശപ്പ്. മറ്റത് ശരീരത്തിൻ്റെ വിശപ്പാണ് ബുഭുക്ഷ, ബുദ്ധിയുടെ വിശപ്പാണ് ബുബുൽസ, അറിയാനുള്ള ആഗ്രഹം, ബോദ്ധുമിച്ഛ. അപ്പോൾ ബുബുൽസ കൊണ്ടാണ് അദ്ദേഹം ചോദിക്കുന്നത്. എന്തുകൊണ്ട്? യത് കൃഷ്ണം അർഭകം മത്വ, കൃഷ്ണനെ തൻ്റെ ഉണ്ണിയായിട്ടാണ് കരുതിയിരിക്കണം. അർഭകൻ എന്ന് പറഞ്ഞാൽ അതിബാലൻ, ശിശു ആണ് അർഭക ശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എത്ര അച്ഛനമ്മമാർക്ക് മക്കൾ എത്ര വലുതായാലും കൊച്ചു കുട്ടികളെ പോലെ തന്നെയാണ്, വലുതായതായിട്ട് തോന്നില്ല അല്ലേ? ഇപ്പോൾ മടിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോയ പോലെ എന്ന് പറയും. അതാണ് ഇവിടെ അർഭക ശബ്ദം. അർഭകൻ എന്ന് പറഞ്ഞാൽ ശിശു എന്നാണ്. വായ പൊളിച്ച് നിലവിളിച്ച് ഇതാകുന്ന, ബഹളം വയ്ക്കുന്ന കാലം, ദിക്കുകളെയൊക്കെ ഭഞ്ചിക്കുന്ന ശബ്ദമുണ്ടാക്കുന്ന കാലം, നാണമില്ലാത്ത കാലം, ലജ്ജയില്ലാതെ അല്ലേ? ലജ്ജ വരുന്തോറാണ് മനുഷ്യൻ ക്വയറ്റാവുക, ശബ്ദം കുറഞ്ഞു കുറഞ്ഞു വരിക. ശബ്ദത്തിൽ സംസാരിക്കുന്നവർക്ക് ദേഹാഭിമാനം കുറയും. നമ്മുടെ ഇടയിലും അങ്ങനെ കാണാറുണ്ടല്ലോ, ഈ അല്പം എന്താ പറയുക, പൊട്ടന്മാരെന്നൊക്കെ പറയും പോലെയുള്ള നിഷ്കളങ്കരായിട്ടുള്ള ആൾക്കാർ. അവർ ഭയങ്കര ശബ്ദത്തിലാണ് സംസാരിക്കുക. അവർക്ക് റിസർവേഷനൊന്നുമില്ല. ആര് കേട്ടാലെന്താ, ഒന്നും ആർക്കും മറച്ചു വെക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്നുള്ളതാണ് അവരുടെ ഒരു തോന്നൽ. അപ്പോൾ ഉച്ചത്തിൽ സംസാരിക്കും. പ്രാകൃതന്മാരായിട്ടുള്ള ആളുകളും മിക്കവാറും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ പോയാൽ ആളുകൾ സംസാരിക്കുന്നത് വളരെ ഉച്ചത്തിലാണ്. ബസ്സിൽ പോയാൽ കാണാം, റെയിൽവേ സ്റ്റേഷനിൽ, റെയിൽവേ വണ്ടിയിൽ കാണാം, ഉച്ചത്തിൽ സംസാരിക്കുന്ന ആൾക്കാരെ. അവർക്കൊരു മടിയുമില്ല, ലജ്ജയില്ല, ആര് കേട്ടാലും ഒരു കുഴപ്പമില്ല. അപ്പം അതുപോലെ നിലവിളിച്ച് കരയുന്ന, നിലവിളിച്ച് ബഹളം വയ്ക്കുന്ന പ്രായമാണ് അർഭക പ്രായം. അപ്പോൾ ഇവിടെ അർഭകം മത്വ എന്ന് പറയുമ്പോൾ അതുപോലൊരു തൻ്റെ ശിശുവായിട്ടാണ് വസുദേവർ കരുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗൗരവം കൊടുത്തിട്ടില്ല. ഗൗരവം കൊടുത്താലേ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചോദിക്കാൻ തോന്നും. നമ്മൾ ആരെ കാണുമ്പോൾ നമുക്ക് ഗൗരവം തോന്നുന്നുവോ, ബഹുമാനം തോന്നുന്നുവോ, അവരിൽ നിന്ന് മാത്രമേ നമുക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ളതായിട്ടുള്ള പാത്രത ഉള്ളൂ അല്ലേ? നമ്മൾ ഒരുപാട് മഹാത്മാക്കളെ കാണും, ഒരുപാട് അറിവുള്ളവർ, പ്രഭാഷകന്മാർ, സന്യാസിമാർ, പലരെയും നമ്മൾ കണ്ടുമുട്ടാറുണ്ട്, പലരുടെ പ്രഭാഷണങ്ങളും കേൾക്കാറുണ്ട്. പക്ഷെ എല്ലാവരും നമുക്കൊരു ഗുരു എന്ന് തോന്നാറില്ല. അവരോട് ബഹുമാനമൊക്കെ ഉണ്ട്. പക്ഷേ ഉള്ളിൽ ചില ആളുകളോട് മാത്രമേ, അല്ലെങ്കിൽ ഒരാളോടെ പർട്ടിക്കുലർലി നമുക്കൊരു ഗുരുത്വം ഉള്ളിൽ ഉറച്ചു പോവുള്ളൂ. അങ്ങനെയുള്ള ആ ഗുരുക്കന്മാർ പറയുന്ന വാക്കുകൾക്കാണ് നമ്മൾ കൂടുതൽ മഹത്വം കൽപ്പിക്കുക, വില കൽപ്പിക്കുക. അപ്പോൾ അങ്ങനെ അല്ലേ, ഇന്നത്തെ കാലത്ത് പല മാധ്യമങ്ങളിലൂടെയും പോപ്പുലറായിട്ടുള്ള ആളുകൾക്ക് അങ്ങനെ ചില ഗുരുത്വം അവരറിയാതെ കൈവന്നിട്ടുണ്ട്. അവരുടെ വാക്കുകൾ വേദവാക്കുകളെപ്പോലെ സാധാരണക്കാർ ഗ്രഹിക്കുന്നുണ്ട്. അധികം പോപ്പുലറായിട്ടുള്ള ആളാണ്, അധികം അറിവുള്ള ആൾ, വലിയ പണ്ഡിതൻ, മഹാജ്ഞാനി, മഹാസിദ്ധൻ എന്നൊക്കെ പലരും തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുണ്ട്. ആ തെറ്റിദ്ധാരണയൊക്കെ മാറ്റിക്കോളൂ. ശരിക്കും അറിവുള്ളവരൊന്നും പോപ്പുലാരിറ്റിക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല. അവർ എവിടെയെങ്കിലും മൂലയ്ക്ക് ഇരിക്കുകയുള്ളൂ, ഏതെങ്കിലും ഗുഹയിലോ കുടിലിലോ. പൂവിൻ്റെ സുഗന്ധം വണ്ടുകളെ ആകർഷിക്കും പോലെ അവരുടെ അടുത്തേക്ക്
വണ്ടുകൾ തെരഞ്ഞു വരും. മറ്റത് ഇപ്പോൾ പൂക്കൾ വണ്ടുകളെ തെരഞ്ഞു പോകും പോലെയാണ് ഇപ്പോൾ ആചാര്യന്മാരൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. വണ്ടുകളെ ഇങ്ങോട്ട് വരൂ, ഇങ്ങോട്ട് വരൂ, ഇങ്ങോട്ട് വരൂ, ചിത്രശലഭങ്ങളെ ഇങ്ങോട്ട് വരൂ എന്നുള്ളതായിട്ടുള്ള രീതിയിൽ ആകർഷിക്കാൻ വേണ്ടി പല വേഷം കെട്ടലുകളും. എന്ത് തട്ടിപ്പ് നടത്തണമെങ്കിലും സന്യാസി വേഷവും ധരിക്കാം, അല്ലേ? ഇപ്പോൾ എന്താ പറയുക, കണ്ണിക്കണ്ട ആഭിചാരക്രിയകൾ ചെയ്യുന്നവർക്കൊക്കെ സ്വാമി എന്ന് പേര്. പെട്ടെന്ന് തന്നെ അവർ എന്തെങ്കിലുമൊക്കെ തൊഴിൽ ചെയ്ത് നടന്നിരുന്നവർ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവർക്ക് ചില ആഭിചാരക്രിയകളോ ജ്യോതിഷമോ അതിലൊക്കെ ചിരീശ അറിവുണ്ടായിക്കഴിഞ്ഞാൽ അവർ കഷ്ടപ്പെടുന്നതിനേക്കാൾ എളുപ്പം സമ്പാദിക്കാൻ എളുപ്പത്തിൽ ഉള്ള വഴിയാണ് ഇമ്മാതിരി ചില വേഷം കെട്ടിയിരിക്കൽ എന്ന് പറഞ്ഞ് ഉദരനിമിത്തം ബഹുകൃത വേഷ എന്ന് പറഞ്ഞ് ഉടനെ തന്നെ സന്യാസ വേഷമൊക്കെ എടുത്ത് ഇരിക്കുന്നുണ്ട്. ദിവസവും നമ്മൾ ഇന്ന ആളെ പിടിച്ചു, അപ്പോൾ ഉടനെ മാധ്യമങ്ങളൊക്കെ കൊടുക്കുന്നത് സ്വാമി എന്നാണ്. ഇന്ന സ്വാമിയെ ആഭിചാരക്രിയ ചെയ്യുന്നതിൻ്റെ ഇടയിൽ കുട്ടികളെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ യുവതികളെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് അറസ്റ്റിൽ, സ്വാമി അറസ്റ്റിൽ. അയാൾ സ്വാമിയല്ല, ഒന്നുമല്ല. 2 ദിവസം മുമ്പ് വരെ ചിലപ്പോൾ എന്തെങ്കിലും കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന ആളായിരിക്കും, ആശാരിപ്പണിയെടുത്ത ആളായിരിക്കും, വേറെന്തെങ്കിലും ജോലി ചെയ്ത ആളായിരിക്കും. പെട്ടെന്നാണ് വന്ന് കാവി ഉടുത്ത് കുറച്ച് താടിയും നീട്ടി വളർത്തിക്കഴിഞ്ഞാൽ സ്വാമിയായി. ഇങ്ങനെ പേരെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ പോയി വഞ്ചിതരായി പോയി വീഴുന്ന ആൾക്കാർ ധാരാളമുണ്ട്. കണ്ടാലും കൊണ്ടാലും പഠിക്കാത്ത കൂട്ടങ്ങൾ. ഇതിൻ്റെയൊക്കെ പേരിലാണ് ഇനിയിപ്പോൾ കേരളത്തിൽ അന്ധവിശ്വാസ അനാചാര നിർമ്മാർജ്ജന ബില്ല് വരുന്നുണ്ട്. അതെന്തിനാച്ചാൽ അത് മൊത്തത്തിൽ നമ്മുടെ എല്ലാറ്റിനെയും ബാധിക്കും. ക്ഷേത്രാരാധനകളെയും യാഗയജ്ഞങ്ങൾ നടത്തുന്നതിനെയൊക്കെ തടയാൻ അത് മതിയാവും. ഇതുപോലെയുള്ള കള്ളന്മാരാണ് ഇമാതിരി അവസരം കൊടുക്കുന്നത്. സനാതനധർമ്മത്തെ നശിപ്പിക്കാനുള്ളതായിട്ടുള്ള അവസരം. പറഞ്ഞു വരുന്നത്, ആ ഗുരുത്വം നിങ്ങളുടെ മനസ്സിൽ ആരോട് തോന്നുന്നുവോ അവരുടെ വാക്കുകൾക്കാണ് നമ്മൾ മഹിമ കൽപ്പിക്കുക. അത് നല്ലോണം വിവേകപൂർവം ഉപയോഗിക്കുക. ആ ഒരു ഗുരുക്കന്മാരെ തിരഞ്ഞെടുക്കുന്നത് എന്ന് പറയുക. അപ്പോൾ ഇവിടെ കുട്ടി എന്ന് കരുതിയിട്ടാണ് അർഭകം മത്വ, അർഭകനെന്ന് കരുതിയിട്ട് ഗൗരവം കൊടുത്തിട്ടില്ല, ഗുരുവായിട്ട് കൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ആത്മനഃ ശ്രേയഃ നഹ പൃച്ഛതി, തനിക്ക് ശ്രേയസ്സിനെ കുറിച്ച് നമ്മളോട് ചോദിക്കുന്നു. കാരണം സന്നികർഷോ ഹി മർത്യാനാം അനാദരണ കാരണം ഗാംഗം ഹിത്വാ യഥാ അന്യാംബഃ തത്രത്യോ യാതി ശുദ്ധയേ. സന്നികർഷം എന്ന് പറഞ്ഞാൽ അടുത്ത് മുട്ടിയിരിക്കുക, ഒരഞ്ഞിരിക്കുക, നികർഷത്തിലിരിക്കുക. സമ്യക്കായ നികർഷമാണ് സന്നികർഷം. നന്നായി മുട്ടി ഉരുമിയിരിക്കുക എന്നാണ് അക്ഷരാർത്ഥം. അടുത്തിരിക്കുക. ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ് എന്ന് ഇംഗ്ലീഷിലും പറയും. ഫെമിലിയാരിറ്റി, എപ്പോഴും കൂടെയുള്ളത്, അത് കണ്ടംപ്റ്റിനെ എന്ന് വെച്ചാൽ നിന്ദയെ വളർത്തുന്നു. സന്നികർഷോ ഹി മർത്യാനാം അനാദരണ കാരണം, അനാദരവിന് കാരണമായിത്തീരുന്നു മനുഷ്യർക്ക് ഈ സന്നികർഷം. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ അടുത്ത് മകനായിരിക്കുന്നത് കൊണ്ട്, എപ്പോഴും കൂടെയുള്ളത് കൊണ്ട് വേണ്ട പോലെ ആദരിച്ചിട്ടില്ല വസുദേവര്. അതിന് ദൃഷ്ടാന്തം പറഞ്ഞതാണ് ഗാംഗം ഹിത്വ യഥാ അന്യാംബഃ തത്രത്യോ യാതി ശുദ്ധയേ. ഗാംഗം ഹിത്വ, ഗംഗാനദിയിലെ ജലത്തെ വെടിഞ്ഞുകൊണ്ട് ഉപേക്ഷിച്ചിട്ട്, തത്രത്യഃ, ഗംഗയുടെ സമീപം വസിക്കുന്നവർ, അവിടെ വസിക്കുന്നവർ, ശുദ്ധയെ, അവരുടെ ശുദ്ധിക്ക് പുണ്യത്തിനൊക്കെ ആയിക്കൊണ്ട്, അന്യാംബഃ യാതി, മറ്റു ജലാശയങ്ങളെ തേടി പോകുന്നു.
ഇപ്പോൾ ഗംഗയുടെ മഹിമയറിയാതെ തീർത്ഥങ്ങളിൽ വെച്ച്, നദികളിൽ വെച്ച് ഏറ്റവും പവിത്രമായിട്ടുള്ളതാണ്, ശ്രേഷ്ഠമായിട്ടുള്ളതാണ് ഗംഗ. പക്ഷെ ആ ഗംഗയുടെ അടുത്ത് താമസിക്കുന്നവർക്ക് അതിനോട് ഒരു ബഹുമാനവുമില്ല. കാരണം സന്നികർഷം. അതുകൊണ്ട് അവരെന്ത് ചെയ്യണു? അവർ ഗംഗയെ വിട്ടുകൊണ്ട് മറ്റ് തീർത്ഥസ്ഥാനങ്ങൾ തേടി പോകുന്നു. അവർ നർമ്മദയിലേക്കോ യമുനയിലേക്കോ അല്ലെങ്കിൽ രാമേശ്വരത്തേക്കോ ഒക്കെ ആയിട്ട് തീർത്ഥാടനം ചെയ്യുന്നു. ഇതിന് വിലയില്ല. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ അടുത്തിരിക്കുന്ന, എപ്പോഴും അവൈലബിൾ ആയിരിക്കുന്ന മഹാത്മാക്കൾ ഉണ്ടാവും. നമ്മൾ അവരെ വേണ്ട പോലെ അറിയുന്നില്ല, റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. എന്നിട്ട് എവിടെയെങ്കിലും ദൂരെയുള്ളതായിട്ടുള്ള ആളുകളുടെ പുറകെ പോവുകയാണ്. അവരാണ് വലിയ ആളുകൾ എന്ന് വിചാരിച്ചുകൊണ്ട് എന്നും സൂചന. അപ്പോൾ തുടരുകയാണ്. ഇന്നലെ നമ്മൾ ഇതുവരെയാണ് പറഞ്ഞു നിർത്തിയത്. യസ്യാനുഭൂതി കാലേന ലയോൽപത്യാദിനാസ്യ വൈ സ്വതോന്യസ്മാച്ച ഗുണദോ ന കുതശ്ചന രിഷ്യതി. യസ്യാനുഭൂതികാലേന ലയോൽപത്യാദിനാസ്യ വൈ സ്വതോന്യസ്മാച്ച ഗുണതോ ന കുതശ്ചന രിഷ്യതി. ഇവിടെ ഭഗവാനെ കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. ഭഗവാൻ സർവജ്ഞനാണ്. ഭഗവാന് അല്പം പോലും സ്വരൂപ വിസ്മൃതിയോ ജ്ഞാന നഷ്ടമോ ജ്ഞാനത്തിന് ആവരണമോ സംഭവിക്കുന്നേയില്ല. എപ്പോഴും ശുദ്ധ ബുദ്ധ മുക്ത സ്വരൂപനാണ് ഭഗവാൻ. അതാണ് ഇവിടെ പറയുന്നത്. യസ്യ അനുഭൂതി കാലേന, അല്ലെങ്കിൽ അസ്യ ലയോൽപത്യാദിനാവ, അല്ലെങ്കിൽ സ്വതഃ, അല്ലെങ്കിൽ അന്യസ്മാദിച്ച്, അല്ലെങ്കിൽ ഗുണതഃ വ കുതശ്ചന നരിഷ്യതി. അപ്പോൾ അനുഭൂതി എന്ന് പറഞ്ഞാൽ അനുഭവജ്ഞാനം. യസ്യ അനുഭൂതി, ഏതൊരുവന്റെ അനുഭവജ്ഞാനം, ഏതൊരു ഭഗവാന്റെ ആ അനുഭവജ്ഞാനം കുതശ്ചന നരിഷ്യതി. കുതശ്ചന എന്ന് പറഞ്ഞാൽ ഒന്നിൽ നിന്നും, ഒരു കാരണം കൊണ്ടും. കുതഹ എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് എന്നാണ്. കുതശ്ചന എന്ന് പറഞ്ഞാൽ എവിടെ നിന്നും. നരിഷ്യതി, നശിക്കുന്നില്ല. അപ്പം ഭഗവാന്റെ ജ്ഞാനത്തെ, അനുഭവജ്ഞാനത്തെ, സ്വരൂപജ്ഞാനത്തെ നശിപ്പിക്കാനോ മറയ്ക്കാനോ ഒരു കാരണത്തിനും സാധ്യമല്ല. നമ്മുടെയൊക്കെ ജ്ഞാനം വളരെ പെട്ടെന്ന് നശിച്ചു പോകും, മറയപ്പെട്ടു പോകും. അതാണ് ഈ എടുത്തു പറഞ്ഞ കാര്യങ്ങൾ. കാലേന, കാലം കൊണ്ട് നമ്മുടെ അറിവ് നഷ്ടപ്പെട്ടു പോകും. അല്ലേ? 2 ദിവസം ഭാഗവതജ്ഞാന ഗംഗ ഇല്ലെങ്കിൽ അപ്പറിയാം വിവരം. അല്ലേ? 2 ദിവസം മുമ്പേ കേട്ടതൊക്കെ 2 ദിവസം കഴിഞ്ഞ് കേൾക്കുമ്പോൾ എന്താ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഒരു കണക്ഷനും കിട്ടുന്നില്ല. കാരണം എല്ലാം മറന്നുപോയി. അപ്പോൾ കാലം കൊണ്ട് ഒരു 3 മണിക്കൂർ കഴിഞ്ഞാൽ തന്നെ നമുക്ക് എല്ലാം മറന്നു പോകും, പഠിച്ചതെല്ലാം മറന്നു പോകും. അതുകൊണ്ടാണ് സാന്ദീപനി മഹർഷി ഭഗവാനെയും കുചേലനെയും അനുഗ്രഹിച്ചപ്പോൾ അയാതയാമാനി ഭവന്തു ചന്ദാംസി, നിങ്ങൾ പഠിച്ചതെല്ലാം അയാതയാമങ്ങളായി ഭവിക്കട്ടെ, ഒരു യാമം കഴിയാത്തതായി ഭവിക്കട്ടെ. ഒരു യാമം വന്നാൽ 3 മണിക്കൂറാണ്. 3 മണിക്കൂർ കഴിഞ്ഞാൽ മിക്കവാറും എല്ലാവർക്കും കാലം കൊണ്ടുള്ള വിസ്മൃതി സംഭവിക്കും. അപ്പോൾ കാലം ഭയങ്കര ശക്തിയുള്ളതാണ്. അപ്പോൾ പിന്നെ കുറച്ച് ദിവസങ്ങളല്ല, 1 വർഷമോ 2 വർഷമോ ഒക്കെ കഴിഞ്ഞാൽ പലതും നമുക്ക് ഒട്ടും സ്മരണയിലുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ബാല്യത്തിലെ കാര്യങ്ങൾ യൗവനത്തിലോ വാർദ്ധക്യത്തിലോ സ്മരണയുണ്ടാവില്ല. ഇത് സ്വാഭാവികമാണ്. അതാണ് കാലം കൊണ്ട് നടക്കുന്നതായിട്ടുള്ള നാശം. അപ്പോൾ ഭഗവാനെ സംബന്ധിച്ച് യസ്യ അനുഭൂതി കാലേന നരിഷ്യതേ, കാലം കൊണ്ട് നശിക്കുന്നില്ല. കാലം ഭഗവാന്റെ അറിവിനെ ബാധിക്കുന്നില്ല, അനുഭവജ്ഞാനം ബാധിക്കുന്നില്ല. ഇപ്പം നമുക്കാർക്കെങ്കിലും കാലം കൊണ്ട് ഞാൻ മനുഷ്യനാണ് എന്നുള്ള ഭാവം മറന്നു പോകുന്നുണ്ടോ?
ഞാൻ ഇന്ന വ്യക്തിയാണ്, എൻ്റെ പേര് ഇന്നതാണ് എന്നുള്ളത് കാലം കൊണ്ട് മറന്നു പോകുമോ? കുറേ ദിവസം നമ്മൾ നമ്മളെ പേര് ആരും വിളിച്ചില്ല, നമ്മളും എവിടെ ഉപയോഗിച്ചില്ല. ഏതെങ്കിലും അന്യദേശത്ത് ഗുഹയിലോ എവിടെയെങ്കിലും പോയി താമസിച്ചിട്ട് വന്നു, 2 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും നീ ആരാന്ന് ചോദിച്ചാൽ നമ്മൾ പറയില്ലേ ഞാൻ ഇന്ന ആളാണ്, അല്ലേ? അങ്ങനെ ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് നല്ല ബോധമുണ്ട്. ഭഗവാനെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും ഇതുപോലെയാണ്. എപ്പോഴും എല്ലാം നല്ല പോലെ തെളിഞ്ഞ് ബോധമുണ്ട് എന്ന് പറയാം. നമ്മുടെ അച്ഛൻ്റെയോ അമ്മയുടെ പേരൊന്നും നമ്മൾ ഒരിക്കലും മറക്കില്ല. മരിക്കുന്നത് വരെയും ബോധമുണ്ടെങ്കിൽ, മെൻ്റൽ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ മാറി പറയാറില്ല. അപ്പോൾ ഇതൊക്കെ നോർമലാണ്. ഇതൊക്കെ നമുക്ക് കാലം കൊണ്ട് മറയ്ക്കാൻ പറ്റാത്തതാണ്. ഇതുപോലെയാണ് ഭഗവാന് സകല ജ്ഞാനവും എന്നാണ് സൂചിപ്പിച്ചത്. കാലേന അസ്യ ലയോൽപത്യാദിന, അസ്യ എന്നുള്ളത് കൊണ്ട് ഈ ജഗത്തിൻ്റെ ലയം, ഉൽപ്പത്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉണ്ടാകൽ, ക്രിയേഷൻ, ലയം എന്ന് പറഞ്ഞാൽ നാശം. ഇപ്പം നമ്മുടെ ശരീരത്തിനും ബാധിക്കുക ഇത്. അസ്യ എന്നുള്ളത് കൊണ്ട് അസ്യ ശരീരസ്യ, ദേഹസ്യ. അപ്പം നമ്മുടെ ശരീരം ഉൽപ്പന്നമാകുമ്പോൾ നമുക്ക് പൂർവ്വ സ്മരണകളൊന്നുമില്ല, ഗർഭത്തിൽ കിടന്ന സ്മരണ പോലും ഇല്ല. അതുപോലെ ഇത് നശിച്ചു കഴിയുമ്പോൾ, മരിച്ചു കഴിയുമ്പോൾ ഈ ജന്മത്തിലെ സ്മരണകൾ നമുക്ക് മറ്റൊരു ഭാഗത്ത് പോകുമ്പോൾ ഉണ്ടാകുന്നില്ല. അപ്പം നമുക്ക് ഈ ശരീരത്തിൻ്റെ ഉൽപ്പത്തി, ലയം, അതിലും മറവിയുണ്ട്. ഈ ജഗത്തിൻ്റെ ഉൽപ്പത്തി ലയത്തിൽ പിന്നെ പറയേണ്ടതില്ല, അല്ലേ? ശരീരത്തിൻ്റെ ലയം എന്ന് പറഞ്ഞാൽ എൻ്റെ വ്യക്തിഗതമായിട്ടുള്ള പ്രളയം, ജഗത്തിൻ്റെ പ്രളയം, അത് സമഷ്ടി പ്രളയം. ഇത് കഴിഞ്ഞാൽ ഒന്നും നമുക്കാർക്കും ഒന്നും ഓർമ്മയുണ്ടാവില്ല. പക്ഷേ ഭഗവാനെ സംബന്ധിച്ച് തൻ്റെ ശരീരത്തിൻ്റെ ഉൽപ്പത്തി ലയമായിക്കോട്ടെ, ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി ലയമായിക്കോട്ടെ, ഇതിനൊക്കെ സാക്ഷിയായിരിക്കുന്ന, ഇതൊക്കെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിക്കുന്നവനായിരിക്കുന്ന ഭഗവാന് അനുഭവജ്ഞാനത്തിന് ഒരു കുറവും ഇല്ല. ഭഗവാൻ എല്ലാം നല്ല വെളിവോടുകൂടി തന്നെയാണ് ഇരിക്കുന്നത്, അല്പം പോലും വിസ്മൃതി കൂടാതെ. ഇതാണ് ഭഗവാന്റെ ആ സർവജ്ഞത്വം. എല്ലാ കാലത്തും സർവജ്ഞൻ തന്നെയാണ് ഭഗവാൻ. ഭഗവാന്റെ ബുദ്ധിക്ക് ഒരു തരത്തിലുള്ള ആവരണവും സംഭവിക്കുന്നില്ല. അപ്പോൾ അതുപോലെ ലയ ഉൽപ്പത്യാദിന, സൃഷ്ടി, സ്ഥിതി അല്ലെങ്കിൽ സൃഷ്ടി, സംഹാരം, ഇതൊക്കെ കൊണ്ടും ഓർമ്മയുണ്ടാവാതാകുന്നില്ല. സ്വതഹ എന്ന് പറഞ്ഞാൽ തന്നിൽ നിന്ന് തന്നെ, നമുക്ക് തന്നെ സ്വയം വിസ്മൃതി ഉണ്ടാവാറുണ്ട്. മറ്റേ എന്താ പറയുക, ചില അസുഖങ്ങളോ വല്ലതും ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലേ? ചില ജ്വരം ഒക്കെ വന്നു കഴിഞ്ഞാൽ, വിശപ്പ് വന്നാൽ തന്നെ ചിലപ്പോൾ നമുക്ക് മറന്നു പോകും. നല്ല വിശപ്പ്, പലതും മറന്നു പോകും. രോഗങ്ങൾ വരുമ്പോൾ മറവി വരും. അതുപോലെ ശരീരത്തിന് ക്ഷീണം വരുമ്പോൾ മറന്നു പോകും. ഉറക്കത്തിൽ തീരെ ഓർമ്മയില്ല, സ്വപ്നത്തിലും എല്ലാം മറന്നു പോകും. അപ്പം നമുക്ക് സ്വതവേ തന്നെ തന്നിൽ നിന്ന് തന്നെ, അല്ലേ, മറവി സംഭവിക്കാം. ഒരു ആക്സിഡൻറ്റോ ഒരു ഷോക്കോ എന്തെങ്കിലും മതി എല്ലാം പൂർണ്ണമായിട്ട് മറന്നു പോകാൻ, ഒന്നും അറിയാതെയാവാൻ. ഇത് ഭഗവാന് സംഭവിക്കില്ല. സ്വതഹന അന്യസ്മാച്ച, വേറൊരാളിൽ നിന്ന്, അന്യനിൽ നിന്ന്, അന്യൻ കാരണമായിട്ട് എന്തെങ്കിലും വിസ്മൃതി ഉണ്ടാവുക. അപ്പോൾ അന്യന്മാർ നമുക്ക് ചിലപ്പോൾ വേണ്ടാത്തത് പലതും ഉപദേശിച്ചു തന്ന് നമ്മുടെ ശുദ്ധമായിട്ടുള്ള അറിവിനെ മാലിന്യം കലർത്തി വെളിവില്ലാതെ ആക്കാം. നമ്മൾ അറിഞ്ഞത് തെറ്റാണെന്നും അവർ പറയുന്നതാണ് ശരി എന്നുള്ളതായിട്ടൊരു ദർശനം ചിലപ്പോൾ ഉണ്ടാവാം, അല്ലേ? അങ്ങനെയല്ലേ ആളുകൾ മതം മാറുന്നത്. ഹിന്ദു ശാസ്ത്രങ്ങളൊക്കെ കുറേയൊക്കെ പഠിക്കുകയോ ജീവിതത്തിൽ അഭ്യസിക്കുകയോ ഒക്കെ ചെയ്ത ആൾക്കാരും മറ്റുള്ളവരുടെ പ്രലോഭനം കൊണ്ട് മറ്റു മതങ്ങളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ എന്തോ സംഭവിച്ചു, ജ്ഞാനത്തിന് ലോപം സംഭവിച്ചു, ജ്ഞാനം നശിച്ചു.
അപ്പോൾ അന്യസ്മാത്, അതുപോലെ ഗുണതഃ, ഗുണം നിമിത്തമായിട്ട്. ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള 3 ഗുണങ്ങൾ, സത്വം, രജസ്, തമസ് എന്നുള്ളത് മാറി മാറി വരുമ്പോൾ, അത് തന്നെയാണ് ഞാൻ മുമ്പേ പറഞ്ഞ രജോ ഗുണം വർദ്ധിച്ചാൽ വിസ്മൃതി ഉണ്ടാവും, തമോ ഗുണം വർദ്ധിച്ചാൽ പറയും വേണ്ട. രജോ ഗുണം വർദ്ധിക്കുമ്പോൾ അജിറ്റേഷൻ കൂടും, നമുക്ക് മനസ്സിൻ്റെ വിക്ഷേപങ്ങൾ, അന്യതാജ്ഞാനം, വേണ്ടാത്ത ചിന്തകളൊക്കെ വർദ്ധിച്ചു വരും. തമോ ഗുണം വർദ്ധിച്ചാൽ ഒന്നും വെളിവാവില്ല, ഇരുട്ട് ബാധിച്ച ബുദ്ധിയാണ് തമോ ഗുണം. അതിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥയാണ് ഉറക്കം, ബോധം കെട്ടിരിക്കുക, ഉറങ്ങുക. ഇതൊക്കെ തമോ ഗുണം വർദ്ധിച്ച അവസ്ഥയാണ്. സ്വപ്നവും മനോരഥങ്ങളും അതുപോലെ വിക്ഷുബ്ധമായിട്ടുള്ള മനസ്സും ഒക്കെ രജോ ഗുണം കാരണമായിട്ടാണ്. അപ്പം ഇങ്ങനെ ഗുണം കൊണ്ടും നമുക്ക് ബുദ്ധിമോശം സംഭവിക്കാം. ക്രോധം വർദ്ധിക്കുമ്പോൾ തമോ ഗുണം വർദ്ധിക്കും, രജോ ഗുണവും തമോ ഗുണവും വർദ്ധിക്കും, വിസ്മൃതി ഉണ്ടാവും, എല്ലാം മറന്നുപോകും. ആളുകൾ എന്തൊക്കെയാണ് കാണിക്കുന്നത്? കാമാത് ക്രോധോഭിജായതേ, ക്രോധാത് ഭവതി സമ്മോഹ, സമ്മോഹാത് സ്മൃതി വിഭ്രമ, സ്മൃതിഭ്രംശാത് ബുദ്ധിനാശ, ബുദ്ധിനാശാത് പ്രണശ്യതി. എത്രയോ ആളുകൾ ഇപ്പോൾ അടുത്തടുത്ത് ഒരു കാര്യമില്ലാതെ ആത്മഹത്യ ചെയ്യണം, നിസ്സാര കാര്യങ്ങൾക്ക്. എന്താ കാരണം പറയണ വെച്ചാൽ പരിഹാസ്യമായിട്ടുള്ള കാര്യങ്ങൾ. എനിക്ക് ഇലക്ഷന് നിൽക്കാൻ ഇന്ന പാർട്ടി സീറ്റ് തന്നില്ല, അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യുന്നു എന്ന് ഒരുത്തൻ. അവന് കഴിവുണ്ടെങ്കിൽ അവന് സ്വതന്ത്രനായി നിൽക്കാം, അല്ലെങ്കിൽ ഏത് പാർട്ടിയോടുകൂടി നിന്നിട്ട് അവന് അവൻ്റെ വാർഡിൽ നിന്ന് ജയിക്കാം, ജനങ്ങളെ സേവിക്കാം. ആരും സീറ്റ് കൊടുത്തില്ലെങ്കിലും സ്വതന്ത്രനായി നിന്ന് ജയിക്കാം. അല്ലെങ്കിൽ താൻ എന്തിനു വേണ്ടിയിട്ടാണ്? സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടാണോ, അതോ ജനസേവനത്തിന് വേണ്ടിയിട്ടാണോ രാഷ്ട്രീയത്തിൽ ഇലക്ഷനൊക്കെ നിൽക്കുന്നത്? ഇങ്ങനെ എന്താ പറയുക, വിഡ്ഢിത്തരങ്ങൾ കാട്ടിക്കൂട്ടുക. ആർക്ക് പോയി? അതിന് വേറെയും പല പിന്നാമ്പുറത്ത് പലതും പ്രശ്നങ്ങളുണ്ടാവാം. അപ്പോൾ ഇതല്ല പ്രശ്നം പറയേണ്ടത് പറയുക. മറ്റു പല കാരണങ്ങളെ കൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്നത്. അതിന് കാരണം പറയുന്നത് എനിക്ക് ഇലക്ഷന് സീറ്റ് തന്നില്ല, അതുകൊണ്ട് മരിക്കുന്നു. അത് വിഡ്ഢിത്തരമാണ്. വേറെന്തൊക്കെയോ സംഘർഷം ഉള്ളിലുണ്ട്, എന്തൊക്കെയോ കാരണങ്ങളുണ്ട്. അത് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പേര് പറയുന്നത്. അതുപോലെ അല്ലേ, സ്വന്തം മക്കളെ ഉപദ്രവിക്കുന്ന അമ്മമാർ വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നു. വിവാഹമോചനം നേടി സ്വതന്ത്രരായി ജീവിക്കുന്ന സ്ത്രീകൾ, മക്കളുണ്ടാവും കൂടെ, അന്യപുരുഷന്മാരുമായിട്ട് അവർക്ക് ബന്ധം ആരംഭിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ കുട്ടികൾ തടസ്സമാകുന്നു. അപ്പോൾ കുട്ടികൾ ശത്രുക്കളായി മാറുന്നു. ആ കുട്ടികളെ കാമം വർദ്ധിച്ച് ക്രോധമായി മാറി കുട്ടികളെ ഹിംസിക്കുക, കൊന്നുകളയുക, പലതരത്തിലുള്ളതായിട്ടുള്ള ഉപദ്രവങ്ങൾ നമ്മൾ കാണുന്നു. വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നു. ഇതൊക്കെ വിസ്മൃതിയാണ്. താൻ ആരെന്ന് മറന്നുപോയതാണ്. ഞാൻ പ്രസവിച്ച കുട്ടിയാണ്, ഞാനാണ് ഇവന് ആശ്രയമായിട്ടുള്ളത്, ഞാൻ ഇവന് അഭയം കൊടുക്കേണ്ടതാണ്, സുരക്ഷിതത്വം കൊടുക്കേണ്ടതാണ്. ആ കുഞ്ഞ് വിഷമിക്കാൻ പാടില്ല, വേദനിക്കാൻ പാടില്ല, അവനെ നോക്കലാണ് എൻ്റെ ധർമ്മം. അവന് ഇഷ്ടമുള്ളത് ചെയ്യുകയും ഇഷ്ടമില്ലാത്തത് ചെയ്യാതിരിക്കുകയും ചെയ്യണം എന്നൊന്നും തോന്നുന്നില്ല. അവനവൻ്റെ സ്വാർത്ഥത വർദ്ധിച്ച് കാമം മൂക്കുമ്പോൾ ക്രോധം വർദ്ധിച്ച് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. ഇതിങ്ങനെ ദിവസം എന്ന് പറഞ്ഞ മാതിരി ധാരാളം കഥകൾ. അപ്പോൾ ഇതൊക്കെ ജ്ഞാന വിസ്മൃതിക്ക് കാരണമാണ് എന്ന് പറയുക, ഗുണവ്യത്യാസം. ഇതൊന്നും നമുക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ അല്ലേ. നമുക്ക് സാന്ദീപനി മഹർഷി അനുഗ്രഹിച്ച പോലെ ചന്താംസി അയാതയാമാനി ഭവന്തു ഇഹച പരത്രച എന്ന് ഗുരുത്വം ഉണ്ടാവട്ടെ നമുക്ക്. ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ട് നമ്മൾ പഠിച്ചതും അറിഞ്ഞതും അനുഭവിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊരിക്കലും വിസ്മരിക്കാൻ ഇടവരാതിരിക്കട്ടെ. നമ്മുടെ കേരളത്തിലെ കഴുതകളായ ജനങ്ങളുടെ വിസ്മൃതി എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും കാണുന്നതാണ് അല്ലേ.
ഇലക്ഷൻ വരുമ്പോൾ ഒരു യന്ത്രങ്ങളെപ്പോലെ വോട്ട് ചെയ്യണം. വിവേകമില്ല, വിചാരം ചെയ്യുന്നില്ല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതേ പാർട്ടിക്ക് വോട്ട് കൊടുത്തു, എന്നിട്ട് അവരെന്ത് ചെയ്തു? അവർ പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ പാലിച്ചോ, അതോ അവർ കൊള്ളരുതായ്മകളും ധൂർത്തും അവരുടെ പാർട്ടിക്ക് വേണ്ടി ഓരോ കാര്യങ്ങളും ചെയ്തുവോ, അഴിമതി കാണിച്ചുവോ എന്ന് ചിന്തിക്കാതെ ഇവരെ ഇനിയും ജയിപ്പിച്ചാൽ ഇവർ ഈ നാടിനെ മുടിപ്പിക്കുകയല്ലേ ചെയ്യുള്ളൂ. അതുകൊണ്ട് നമ്മൾക്ക് നിലനിൽക്കണമെങ്കിൽ, ഈ നാട് നിലനിൽക്കണമെങ്കിൽ ഇവർക്കിനി വോട്ട് കൊടുത്തുകൂടാ, ഇനി പുതിയൊരു പാർട്ടിയെ നമുക്ക് പരീക്ഷിക്കാം എന്ന് കരുതിക്കൂടെ? അപ്പോൾ അതും വിസ്മൃതിയാണ്. 5 കൊല്ലം കൂടുമ്പോൾ വന്ന് എന്താ പറയുക, ഇളിച്ച് കാണിച്ച് എന്തെങ്കിലും നക്കാപ്പിച്ചയും കയ്യിൽ വെച്ച് കൊടുത്താൽ പഴയതെല്ലാം മറന്നു. ഇനി അവനെ 5 കൊല്ലം കഴിഞ്ഞിട്ടേ കാണുള്ളൂ എന്നത് അപ്പോൾ ഓർക്കില്ല വോട്ട് ചെയ്യുമ്പോൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇരുന്ന് പറഞ്ഞിട്ട് കാര്യം എന്താ? തിരിച്ചു വിളിക്കാനുള്ള അവകാശമില്ല നമുക്ക്. വോട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കൊടുത്ത തന്നെ തിരിച്ചു വിളിക്കാനുള്ള അവകാശം ഇതുവരെയ്ക്ക് എന്താ പറയുക, ഭാരതത്തിലെ ജനാധിപത്യത്തിൻ്റെ അവകാശങ്ങളിൽ എഴുതി വച്ചിട്ടില്ല. ഇനി അതും കൂടി ഉണ്ടാവണം, എഴുതി വെക്കണം, ഭരണഘടനയിൽ വേണം. ഈ കമ്പനികളിലൊക്കെ എക്സിക്യൂട്ടീവ്സിന് പെർഫോമൻസ് അനുസരിച്ച് മാർക്കുകൾ കൊടുത്ത് അവർക്ക് പ്രൊമോഷനും ഇൻസെൻറ്റീവ്സും ഒക്കെ കൊടുക്കും. അവർ പ്രവർത്തിച്ചില്ലെങ്കിൽ അവരെ ഡിമോട്ട് ചെയ്യും. തീരെ കൊള്ളരുതാത്തവരാണെങ്കിൽ ഡിസ്മിസ് ചെയ്യും. ഇല്ലേ? ഇതേപോലെ പെർഫോമൻസ് ബേസ്ഡ് ആക്കി മാറ്റണം. നമുക്ക് അതിനൊക്കെ അപ്പോൾ വോട്ട് ചെയ്യാനുള്ള സിസ്റ്റം ഉണ്ടാവണം. വോട്ടിംഗ് സിസ്റ്റം. ഇപ്പോൾ സീരിയലുകളും സിനിമകളും അല്ലെങ്കിൽ എന്താ പറയുക, റിയാലിറ്റി ഷോകൾക്കൊക്കെ അങ്ങനെ ഉണ്ടല്ലോ, അതുപോലെ ആക്കണം. ഈ മന്ത്രിമാരുടെയും MLA-മാരുടെയൊക്കെ പെർഫോമൻസിനനുസരിച്ച് മാർക്ക് കൊടുത്ത് അവരെ ഡിസ്മിസ് ചെയ്യാനും ഒക്കെയുള്ള അധികാരം ജനങ്ങളിലേക്ക് വരണം. ഏതെങ്കിലും കാലത്ത് വരാതിരിക്കില്ല, വരും. വൈകിയാണെങ്കിലും യുവതലമുറയ്ക്ക് അതിനുള്ള വിവേകമുണ്ടാവട്ടെ, അതിനു വേണ്ട പ്രയത്നം ചെയ്യട്ടെ, എന്നിട്ട് അങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കട്ടെ. അപ്പോൾ ഇവിടെ ഭഗവാന്റെ അനുഭവജ്ഞാനം ഒരിക്കലും നശിക്കുന്നില്ല. അപ്പോൾ നമുക്കും അതുപോലെ ആവാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഭഗവാന്റെ ഉപദേശപ്രകാരം ജീവിച്ച് അന്ധക്കരണ ശുദ്ധി നേടി ആത്മജ്ഞാനത്തിൽ ഉറച്ചവരായി മാറണം, സ്ഥിതപ്രജ്ഞന്മാരായി മാറണം. സ്ഥിതപ്രജ്ഞന്മാർക്കാണ് ഒരിക്കലും ഇതുപോലെ വിസ്മൃതി ഇല്ലാതെയാവുക. അല്ലെങ്കിൽ ഈ മായയിൽ കിടന്ന് ഭ്രമിക്കുന്നതായിട്ടുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും 100 കാരണങ്ങളാണ് വിസ്മൃതിക്ക്. നിരന്തരം വിസ്മൃതി സംഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ വിസ്മൃതി ഇല്ലാതിരിക്കണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം, ഗുരുവിൻ്റെ അനുഗ്രഹം, ശാസ്ത്രങ്ങളുടെ അനുഗ്രഹം, അവനവൻ്റെ പാകത, അതുതന്നെ ഒരു അനുഗ്രഹം, എല്ലാം കൊണ്ടും അസ്ഥിതപ്രജ്ഞരായിരിക്കാൻ കഴിയുക. അത് സാധിക്കട്ടെ. അതിനായിട്ടാണ് പ്രയത്നം ചെയ്യേണ്ടത്. തം ക്ലേശകർമ്മ പരിപാക ഗുണപ്രവാഹൈഃ അവ്യാഹതാനുഭവമീശ്വരമദ്വിതീയം പ്രാണാദിഭിഃ സ്വവിഭവൈർ ഉപഗൂഢമന്യോ മന്യേത സൂര്യമിവ മേഘഹിമോപരാഗൈഃ. തം ക്ലേശകർമ്മ പരിപാക ഗുണപ്രവാഹൈഃ അവ്യാഹതാനുഭവം ഈശ്വരം അദ്വിതീയം പ്രാണാദിഭിഃ സ്വവിഭവൈർ ഉപഗൂഢമന്യോ മന്യേത സൂര്യമിവ മേഘഹിമോപരാഗൈഃ. അപ്പോൾ ആ ഭഗവാനെ കുറിച്ച് മൂഢന്മാർ നമ്മുടെ കൂട്ടത്തിൽ പെട്ട ഒരാളാണ്, അഥവാ നമ്മളെപ്പോലെയുള്ള വീക്ക്നെസ്സുകളൊക്കെ ഉള്ള ആളാണെന്ന് കരുതുന്നു. നമ്മളെപ്പോലെ അജ്ഞാനവും അന്യതാജ്ഞാനവും
ഒക്കെ ബാധിക്കുന്ന ഒരു സാധാരണ ജീവനാണെന്ന് കൃഷ്ണനെയും പലരും കരുതിയിരിക്കുന്നു. കൃഷ്ണനെക്കുറിച്ച് പലരുടെയും വിലയിരുത്തൽ അതുമാതിരിയാണ്. ഇപ്പോൾ ശിശുപാലാദികൾ അല്ലേ, രുക്മി മുതലായവർ, കംസൻ മുതലായവർ, എത്ര 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 ആളുകളാണ് ഭഗവാനെ അല്പൻ എന്ന് കരുതിയിരിക്കുന്നത്, എന്നിട്ട് ഭഗവാനോട് മത്സരിക്കുന്നത്. ഇനി ഭഗവാന്റെ കൂടെയുള്ള യാദവന്മാരിലും സത്രാജിത്തിനെ പോലെയുള്ളവരൊക്കെ ആദ്യം ഭഗവാനോട് മത്സരിച്ചിരുന്നു. ബാക്കി കൂടെയുള്ള എല്ലാവരും ഭഗവാനെ വേണ്ട പോലെ മനസ്സിലാക്കിയിരുന്നു? ഇല്ല. എല്ലാവരും തങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ, യാദവന്മാരുടെ ഇടയിൽ ഒരാൾ, എന്തോ ഇത്തിരി ചില കഴിവുകളൊക്കെ കൂടുതലുണ്ട്, അത്രയേ ഉള്ളൂ അല്ലേ. ദുര്യോധനൻ പോലും ഭഗവാൻ വിശ്വരൂപം കാണിച്ചപ്പോൾ പറഞ്ഞത്, ഇതൊക്കെ വെറും ഇന്ദ്രജാലം, ഇതൊക്കെ എനിക്കും വേണമെങ്കിൽ കാണിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. കൃഷ്ണന്റെ വിശ്വരൂപം ദർശിപ്പിച്ചത് വെറും മായ, വെറും ഇന്ദ്രജാലം, എനിക്കും വേണമെങ്കിൽ കാണിക്കാൻ പറ്റും എന്ന് പറഞ്ഞ ദുര്യോധനാദികൾ. ഇങ്ങനെ എത്രയോ പേര് ഭഗവാനെ വേണ്ട പോലെ അറിഞ്ഞില്ല. അതുതന്നെയാണ് ഭഗവാൻ ഗീതയിൽ പറഞ്ഞതും, അവജാനന്തി മാം മൂഢാഃ മാനുഷീം തനുമാശ്രിതം പരം ഭാവമജാനന്ദഃ മമ ഭൂതമഹേശ്വരം. മൂഢാഃ മാം അവജാനന്തി, മൂഢന്മാരെന്നെ അവഗണിക്കുന്നു, എന്നെ ചെറുതായി കാണുന്നു. മാനുഷീം തനും ആശ്രിതം, മനുഷ്യ ശരീരമെടുത്തതായത് ആയതുകൊണ്ട് എന്നെ ചെറുതായി കാണുന്നു. പരംഭാവം അജാനന്ദഃ, എൻ്റെ ശ്രേഷ്ഠമായ പരമമായ ഭാവത്തെ അറിയാത്തവരായിട്ട്. എന്താ എൻ്റെ പരംഭാവം? ഭൂതമഹേശ്വരം. പരംഭാവം അജാനന്ദഃ മമ ഭൂതമഹേശ്വരം, എൻ്റെ ഭൂതമഹേശ്വരമായ പരമഭാവമുണ്ട്. എല്ലാ ഭൂതങ്ങളെയും ആട്ടിപ്പടയ്ക്കുന്നവനാണ് ഞാൻ. ഈ ഭൂതങ്ങളൊക്കെ ഉണ്ടാക്കിയവൻ ഞാനാണ്. ഭൂതകൃത്ത്, ഭൂതഭൃത്ത്, ഭാവഃ, ഭൂതാത്മാ, ഭൂതഭാവന, എല്ലാം ഞാനാണ്. പക്ഷേ മൂഢന്മാർക്കത് അറിയുന്നില്ല. ഞാനിതെല്ലാം ബോധപൂർവം ചെയ്തിട്ടുള്ളതാണ്. ഭൂതങ്ങളെ ഉണ്ടാക്കിയിട്ട് ഞാൻ മറന്നിട്ടില്ല. ഏതെങ്കിലും അമ്മമാര് സ്വന്തം മക്കളുടെ എണ്ണം മറന്നു പോകുമോ? അവരുടെ പേര് മറന്നു പോകുമോ? മറക്കുവോ? 10 മക്കളുണ്ടെങ്കിലും 16 മക്കളുണ്ടെങ്കിലും അമ്മമാർക്ക് മക്കളെ കണ്ടാൽ തിരിച്ചറിയാതിരിക്കുവോ? മക്കളുടെ പേരറിയാതിരിക്കുവോ? അച്ഛന്മാർക്ക് ചിലപ്പോൾ സംശയം വന്നു എന്ന് വരാം. കാരണം അവർ വിദേശത്തോ എവിടെയെങ്കിലുമൊക്കെ ആണെങ്കിൽ മക്കൾക്കും പരിചയമില്ലെങ്കിൽ ചിലപ്പോൾ രാത്രി വന്ന് രാവിലെ നേരത്തെ പോകുന്ന അച്ഛന്മാരൊക്കെ ഉണ്ടാവും. ജോലിക്ക് പോകുന്നത് നേരത്തെ ആയതുകൊണ്ട് മക്കളെ നേരിട്ട് കാണുന്നുണ്ടാവില്ല. അപ്പോൾ ചിലപ്പോൾ ഒരു ഞായറാഴ്ചയൊക്കെ യാദൃച്ഛികമായിട്ട് മക്കളെ കാണാനേ പറ്റുള്ളൂ. അന്ന് കാലത്ത് തമാശയായിട്ട് പറയും, മക്കള് അച്ഛനെ കണ്ടിട്ട് അമ്മയോട് പറയും, അമ്മേ ഇതാ വിരുന്നുകാർ വന്നിരിക്കണു. വിരുന്നുകാർ വരുമ്പോലെയാണ് അച്ഛൻ വരുന്നത് ചില വീടുകളിലേക്ക്. അപ്പം അച്ഛനും മക്കളും തമ്മിൽ ചിലപ്പോൾ മറവി ഉണ്ടാവാം, അമ്മയും മക്കളും തമ്മിൽ ഒരിക്കലും വിസ്മൃതി ഉണ്ടാവില്ല. അതുപോലെയാണ് ഭഗവാനും സൃഷ്ടിയും തമ്മിലുള്ള ബന്ധവും. ഭഗവാൻ തന്നെ തന്നെ എല്ലാമാക്കി അല്ലേ പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭഗവാൻ തന്നെ പ്രസവിച്ചതാണ് ഈ പ്രപഞ്ചം. ഭഗവാൻ തന്നെ പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഈ പ്രപഞ്ചം. അതുകൊണ്ട് ആ ഭഗവാൻ തന്നെയാണ് ശ്രീമാതാ. ശ്രീമാത്രേ നമഃ അല്ലേ. ലളിതാ സഹസ്രനാമം ആരംഭിക്കുന്നത് ഈ പ്രപഞ്ചത്തിന്റെ പരമകാരണമായ ഈശ്വരനെ തന്നെയാണ്. ആ ഈശ്വരനെ സ്ത്രീലിംഗ പേര് വിളിച്ചു എന്നേ ഉള്ളൂ. ശ്രീമാതാ, ശ്രീമാത്രേ നമഃ. അപ്പോൾ ശ്രീമാതാവിന് ഈ പ്രപഞ്ചത്തിൽ ഒരു അണുവിനെ പോലും പരിചയമില്ലാത്തതായിട്ടില്ല, അറിയാത്തതായിട്ടില്ല. കാരണം എല്ലാം അണുവരയ്ക്കും താൻ തന്നെയാണ് സൃഷ്ടിച്ചത്. ബ്രഹ്മാണ്ടങ്ങളൊക്കെ തൻ്റെ തന്നെ മക്കളാണ്.
തൻ്റെ തന്നെ സൃഷ്ടിയാണ്, തൻ്റെ തന്നെ വൈഭവമാണ്. അതുകൊണ്ട് ഒരിക്കലും ഈശ്വരന് ഈ ജഗത്തിനെക്കുറിച്ചോ തന്നെക്കുറിച്ചോ ഒരിക്കലും വിസ്മൃതിയില്ല. അപ്പം മറ്റുള്ളവരാണ്, മൂഢന്മാരാണ് ഭഗവാനെ അറിയാതിരിക്കുന്നത്, ഭഗവാന്റെ മഹിമയെ അറിയാതിരിക്കുന്നത്. ഈ കൃഷ്ണനെ മനുഷ്യനാണെന്ന് മൂഢന്മാർ കരുതുന്നു. അവ്യക്തം വ്യക്തിമാപന്നം മന്യന്തേ മാം അബുദ്ധയ. വീണ്ടും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, അവ്യക്തം മാം വ്യക്തിം ആപന്നം മന്യന്തേ. ഞാനൊരു വ്യക്തിയെ പ്രാപിച്ചവൻ, ഞാനൊരു വ്യക്തി മാത്രമാണ്, നിസാരനാണ് എന്ന് അവ്യക്തനായ എന്നെക്കുറിച്ച് അബുദ്ധികൾ കരുതുന്നു, ബുദ്ധിയില്ലാത്തവർ കരുതുന്നു. അപ്പോൾ അതാണ് ഇവിടുത്തെ വിഷയം. ഈ ശ്ലോകത്തിലെ വിഷയം അതിമനോഹരമായിട്ട് ഭഗവാന്റെ മഹിമയെ മൂഢജനങ്ങൾ അറിയുന്നില്ല, അതാണ് ആശയം. അപ്പോൾ അതിന് ദൃഷ്ടാന്തമായിട്ട് സൂര്യനെ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് ആ ദൃഷ്ടാന്തം? ആദ്യം പറഞ്ഞാൽ മറ്റത് വ്യക്തമാകും. മേഘഹിമ ഉപരാഗൈഹി സൂര്യം ഇവ ഉപഗൂഢം മന്യേത. മേഘഹിമ ഉപരാഗൈഹി സൂര്യം ഇവ ഉപഗൂഢം മന്യേത. മേഘം കൊണ്ട് സൂര്യൻ മറയപ്പെടാറുണ്ട്. ആർക്ക്? മേഘത്തിൻ്റെ താഴെ നിന്ന് നോക്കുന്നവർക്ക് മാത്രം, അല്ലേ? നമ്മൾ ഇവിടെ മേഘത്തിൻ്റെ അടിയിൽ നിന്ന് സൂര്യനെ കാണാനില്ല എന്ന് പറയുമ്പോൾ അങ്ങ് 10 കിലോമീറ്റർ അപ്പുറത്ത് ചിലപ്പോൾ കാണുന്നുണ്ടാവും, മറ്റൊരു ഡിസ്ട്രിക്റ്റിൽ വ്യക്തമായിട്ട് കാണുന്നുണ്ടാവും, മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോകേണ്ട കാര്യമില്ല, അല്ലേ? ഇവിടെ തൃശ്ശൂർ മഴ പെയ്യണു, പാലക്കാട് നല്ല തെളിച്ചം. തൃശ്ശൂർ നല്ലോണം മേഘം മൂടി മഴ പെയ്യണു, സൂര്യനെ കാണാനില്ല. പാലക്കാട് നല്ല തെളിച്ചം, സൂര്യൻ എന്താ നമ്മുടെ തലയിൽ നിൽക്കുന്നു. ഇതുപോലെ നമ്മൾ ദിവസവും കാണുന്നില്ലേ? പാലക്കാട് തന്നെ ടൗണിൽ മഴ പെയ്യുമ്പോൾ ഇവിടെ മഴയില്ല, ഇവിടെ മഴ പെയ്യുമ്പോൾ ടൗണിൽ മഴയില്ല. അപ്പോൾ സൂര്യൻ അതുപോലെ തന്നെ മഞ്ഞ് എല്ലാ ഭാഗത്തും വ്യാപിക്കാറില്ല. ചില മലകളോട് ചേർന്നിട്ടുള്ള പ്രദേശങ്ങളിൽ, ജലാശയങ്ങളോട് ചേർന്നിട്ടുള്ള പ്രദേശങ്ങളിലൊക്കെയാണ് മഞ്ഞ് കൂടുതലായിട്ട് കാണുക. അപ്പോൾ മഞ്ഞുകൊണ്ട് സൂര്യൻ മറയ്ക്കപ്പെടാറുണ്ട്. എല്ലായിടത്തും ഉണ്ടോ? ഇല്ല. ആ മഞ്ഞിൻ്റെ അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് മാത്രം. സൂര്യൻ മറയ്ക്കപ്പെട്ടിട്ടില്ല, നമ്മുടെ ദൃഷ്ടിയാണ് മറയ്ക്കപ്പെട്ടിരിക്കുന്നത്. അതുപോലെ ഉപരാഗം എന്ന് പറഞ്ഞാൽ ഗ്രഹണം. ഗ്രഹണവും എല്ലാ ദിക്കിലും ഒരുപോലെ ബാധിക്കപ്പെടുന്നില്ല, അല്ലേ? ഇപ്പോൾ അമേരിക്കയിലുള്ള ഒരു ഗ്രഹണം കാണുമ്പോൾ നമുക്കിവിടെ ഒട്ടും ബാധിക്കപ്പെടാത്ത അവസ്ഥയുണ്ട്. ഇവിടെ പൂർണ്ണഗ്രഹണമായിരിക്കുമ്പോൾ വേറെ പല ഭാഗത്തും ഭാഗിക ഗ്രഹണം അല്ലെങ്കിൽ ഗ്രഹണമേ ഇല്ല എന്നുള്ള അവസ്ഥയുണ്ടാവാം. അപ്പം അതുകൊണ്ട് തന്നെ സൂര്യന് ഒന്നും പറ്റിയിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ മൂഢജനങ്ങളാണെങ്കിലോ, പാവം കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ സൂര്യനെ കാണാതായ അയ്യോ സൂര്യൻ നഷ്ടപ്പെട്ടു എന്ന് കരുതും. മഞ്ഞുകൊണ്ടോ മേഘം കൊണ്ടോ ഉപരാഗം കൊണ്ടോ സൂര്യൻ മറയ്ക്കപ്പെടുന്നു. വാസ്തവത്തിൽ ഇതെല്ലാം ആരുണ്ടാക്കിയതാണ്? സൂര്യൻ്റെ കിരണങ്ങളെ കൊണ്ടാണ് ജലാശയത്തിലെ ജലം ആവിയായി മേഘമായി മാറുന്നത്. അപ്പോൾ സൂര്യനാൽ ഉണ്ടാക്കപ്പെട്ട മേഘം സൂര്യനെ മറയ്ക്കുന്നു എന്ന് തോന്നലുണ്ടാക്കുന്നു. സൂര്യൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെ ഉണ്ടാവുന്നതാണ് മഞ്ഞും. സൂര്യൻ്റെ പ്രകാശത്തിൽ തന്നെയാണ് നമ്മൾ ഗ്രഹണവും കാണുന്നത്. സൂര്യനെ നിഴൽ മറയ്ക്കുന്നു, ഗ്രഹണം ബാധിച്ചിരിക്കുന്നു എന്നറിയുന്നത് സൂര്യപ്രകാശത്തിലാണ്. വാസ്തവത്തിൽ സൂര്യൻ്റെ ആ ബിംബം കാണുന്നില്ല എന്നേ ഉള്ളൂ, പ്രകാശം നമ്മൾ കാണുന്നുണ്ട്. ചന്ദ്രൻ്റെ നിഴൽ മറ്റേ സൂര്യനിൽ പതിയുമ്പോഴാണ് നമ്മൾ സൂര്യനെ കാണാതെയാവുന്നത്. അപ്പം യഥാർത്ഥത്തിൽ സൂര്യനൊന്നും സംഭവിച്ചിട്ടില്ല. സൂര്യൻ തന്നെയാണ് ഭൂമിയെ പ്രകാശിപ്പിക്കുന്നത്, ചന്ദ്രനെ പ്രകാശിപ്പിക്കുന്നത്. ആ ചന്ദ്രൻ നമ്മുടെ ഇടയിൽ വരുമ്പോഴാണ്
ഭൂമിക്കും സൂര്യനും ഇടയിൽ വരുമ്പോഴാണ് നമുക്ക് ഗ്രഹണം ബാധിച്ചു എന്ന് തോന്നുന്നത്, സൂര്യനെ കാണാനില്ല എന്ന് തോന്നുന്നത്. അപ്പോൾ സൂര്യന് വാസ്തവത്തിൽ ഒന്നും ഒരു മറ പോലും ഇല്ല. സൂര്യൻ്റെ എത്രയോ ദൂരെയാണ് ഇതെല്ലാം ഉള്ളത്, എത്രയോ എന്താ പറയുക, സൂര്യന് കാണാൻ പറ്റില്ല ഇതൊന്നും. സൂര്യന് കാണാൻ പറ്റുന്ന വലിപ്പമൊന്നും ഈ മേഘത്തിനോ ഈ മഞ്ഞിനോ ഈ ചന്ദ്രനോ പോലും ഇല്ല, അത്രയും ദൂരെയാണ്. അപ്പൊ സൂര്യനെ സംബന്ധിച്ച് ഇതെല്ലാം അപ്രസക്തം. അല്പന്മാരായ നമുക്ക് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോഴാണ് ഈ മേഘവും മഞ്ഞും ഈ രാഹുവോ കേതുവോ ഒക്കെ വിളിക്കുന്ന ഗ്രഹണവുമൊക്കെ ബാധിക്കുന്നത്. യഥാർത്ഥത്തിൽ സൂര്യൻ നിരന്തരം പ്രകാശിച്ചു കൊണ്ടേയിരിക്കുന്നു. അതുപോലെയാണ് ഈ കൃഷ്ണനും. ഭഗവാന്റെ സൃഷ്ടിയാണ് ഈ പ്രപഞ്ചത്തിലെ സകലതും, എല്ലാം പ്രകൃതിയിലുള്ള സകലതും, സ്ഥൂലവും സൂക്ഷ്മവുമായിട്ടുള്ളതെല്ലാം. അപ്പോൾ അതിനെയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ക്ലേശ കർമ്മ പരിപാക ഗുണപ്രവാഹൈ അവ്യാഹതാനുഭവം ഈശ്വരം അദ്വിതീയം തം അന്യഃ സ്വവിഭവൈഃ പ്രാണാദിഭിഃ ഉപഗൂഢം മന്യേത. അപ്പോൾ ക്ലേശ കർമ്മ പരിപാക ഗുണപ്രവാഹൈ. ക്ലേശങ്ങൾ എന്ന് പറഞ്ഞാൽ അവിദ്യ, രാഗം, ദ്വേഷം, താമിശ്രം, അന്ധതാമിശ്രം എന്ന് ബേസിക് ആയിട്ടുള്ള 5 ക്ലേശങ്ങൾ, പഞ്ചക്ലേശങ്ങൾ. അതിൻ്റെ കൂടുതൽ മാനിഫെസ്റ്റേഷനാണ് കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം മുതലായ ക്ലേശങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള ക്ലേശങ്ങളെ കൊണ്ട് ഭഗവാനെ ബാധിക്കുന്നുണ്ടോ? ഭഗവാൻ ചിലപ്പോൾ ഓരോ കാര്യസാധ്യത്തിന് വേണ്ടി ക്രോധമുള്ളവനെ പോലെ പെരുമാറിയെന്ന് വരും. അതുകൊണ്ട് ഭഗവാനെ ക്രോധം ബാധിച്ചു എന്ന് പറയാൻ പറ്റില്ല. ഭഗവാൻ കൊതിയുള്ളവനെ പോലെ, കാമമുള്ളവനെ പോലെയൊക്കെ പെരുമാറിയെന്ന് വരും. അതൊക്കെ ലീല, നാടകമാണ്. അതെല്ലാം ചെയ്യുമ്പോഴും ഭഗവാനെ സംബന്ധിച്ച് ഈ പറഞ്ഞ ക്ലേശങ്ങളൊന്നും സ്പർശിച്ചിട്ടില്ല. ഇതാണ് ക്ലേശം. അതുപോലെ കർമ്മങ്ങൾ, ഭഗവാൻ ചെയ്യുന്നതായിട്ടുള്ള കർമ്മങ്ങൾ, അതിൽ പുണ്യപാപങ്ങളുടെ സ്പർശം ഇല്ല. നമ്മളൊക്കെ ചെയ്യുമ്പോഴാണ് രാഗദ്വേഷങ്ങളോടുകൂടി, സ്വാർത്ഥതയോടുകൂടി കർമ്മം ചെയ്യുമ്പോഴാണ് പുണ്യപാപങ്ങളൊക്കെ വന്നു ചേരുന്നത്. ഭഗവാൻ ചെയ്യുന്നതിൽ അഭിമാനമില്ല. അത് അദ്ദേഹം ലോക സംഗ്രഹത്തിനായിട്ട് ചെയ്യുന്നു. അതിൽ നിന്നുണ്ടാകുന്ന പുണ്യപാപങ്ങൾ ജ്ഞാനിയായ ഭഗവാനെ ബാധിക്കുന്നില്ല. അതിൻ്റെ കർമ്മത്തിൻ്റെ പരിഭാഗങ്ങളൊന്നും ഭഗവാനെ ബാധിക്കുന്നില്ല. പരിഭാഗം എന്ന് പറഞ്ഞാൽ ദുരിതങ്ങൾ, സുഖം, ദുഃഖം മുതലായതൊക്കെ. അതുപോലെ ഗുണപ്രവാഹൈഹി, ഗുണപ്രവാഹങ്ങൾ, ഇതുകൊണ്ടൊന്നും, ഗുണങ്ങൾ സത്വം, രജസ്, തമസ് എന്നുള്ള ഗുണങ്ങൾ മാറി 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 പ്രവഹിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഈ മാറ്റം കൊണ്ടോ ഗുണങ്ങളുടെ വികാരങ്ങൾ കൊണ്ടോ അവ്യാഹത അനുഭവം, ഭഗവാന്റെ ആ ഒരു അനുഭവം, ജ്ഞാനം അവ്യാഹതം, വ്യാഹതി ഇല്ലാത്തതാണ്. വ്യാഹതി എന്ന് പറഞ്ഞാൽ വിച്ഛിത്തി, മുറിവ്. അഖണ്ഡമായിട്ടുള്ള ജ്ഞാനമാണ് ഭഗവാനുള്ളത്. ഒരിക്കലും വിച്ഛിത്തി അതിന് സംഭവിക്കുന്നില്ല. അങ്ങനെയുള്ള ജ്ഞാനത്തോടു കൂടിയ ഈശ്വരം, എല്ലാറ്റിൻ്റെയും നിയന്താവും അദ്വിതീയം, രണ്ടാമതില്ലാത്തവനുമായിരിക്കുന്ന തം, ആ ഭഗവാനെ അന്യഹ, ഇവിടെ അന്യഹ എന്നുള്ളത് കൊണ്ട് പ്രാകൃതനായ ഒരു മനുഷ്യൻ, അന്യഹ പുരുഷ, അറിവില്ലാത്തവൻ, സാധാരണക്കാരൻ, സ്വവിഭവൈഹി പ്രാണാദിഭിഹി ഉപഗൂഢം മന്യേത. സ്വവിഭവം എന്ന് പറഞ്ഞാൽ തന്നിൽ നിന്ന് തന്നെ ഉണ്ടായത്, തൻ്റെ വിഭൂതികളാണ് പ്രാണൻ, മനസ്സ്, ബുദ്ധി, ശരീരം, ഇതൊക്കെ ഇന്ദ്രിയങ്ങൾ എല്ലാം ഭഗവാനിൽ നിന്നുണ്ടായതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള വികാരങ്ങളെ കൊണ്ട് ഈശ്വരനെ മറയ്ക്കാൻ സാധ്യമല്ല, ഉപഗൂഢമല്ല. പക്ഷേ അന്യന്മാരായിട്ടുള്ളവർ, അറിവില്ലാത്തവർ ഉപഗൂഢമായിട്ട് കരുതുന്നു. ഇത് ശ്രീകൃഷ്ണനെ മാത്രം ഉദ്ദേശിച്ചുകൂടിയല്ല, നമ്മുടെ ഉള്ളിലുള്ള ആത്മാവും ഇതുതന്നെയാണ് അവസ്ഥ.
ഈ രീതിയിലാണ് കാണേണ്ടത്. എൻ്റെ ഉള്ളിലുള്ള ആത്മാവ് തന്നെയാണ് ഇപ്പോൾ പുറത്ത് ശ്രീകൃഷ്ണനായി നിന്ന് സ്തുതിക്കപ്പെടുന്നത്. കൃഷ്ണനും എൻ്റെ ആത്മാവും തമ്മിൽ ഭേദമില്ല. അപ്പോൾ എൻ്റെ ആത്മാവിൻ്റെ ലക്ഷണം കൂടിയാണിത്. നമ്മുടെ ശരീര മനോബുദ്ധികൾക്കുണ്ടാകുന്ന വികാരങ്ങളൊന്നും തന്നെ, ഇന്ദ്രിയങ്ങളുടെ വികാരമോ ഒന്നും തന്നെ ആത്മാവിനെ സ്പർശിക്കുന്നില്ല. എനിക്ക് കണ്ണ് കാണാതെ ആവാം, ഞാൻ അന്ധൻ അല്ലെങ്കിൽ ബധിരൻ, മൂകൻ ഒക്കെ ആവാം. ഇതൊന്നും ആത്മാവിനെ ബാധിച്ചിട്ടില്ല. ആത്മാവ് ഒരിക്കലും അന്ധനും ബധിരനും മൂകനും ഒന്നുമല്ല. എനിക്ക് ശരീരത്തിൽ കയ്യോ കാലോ ഒക്കെ അംഗവൈകല്യം വന്നാലും വികലാംഗനായിട്ടുള്ള ആത്മാവല്ല. ആത്മാ നിത്യമുക്തനാണ്, നിത്യശുദ്ധനാണ്. അത് ആത്മാവിൻ്റെ തത്വം അറിയുന്നവർക്കറിയാം. ഈ ദേഹമാണ് താനെന്ന് വിചാരിക്കുമ്പോഴാണ് ദേഹത്തിൻ്റെ വൈകല്യങ്ങളും ദേഹധർമ്മങ്ങളുമൊക്കെ ആത്മധർമ്മങ്ങളായിട്ട് തെറ്റിദ്ധരിക്കപ്പെടുന്നത്. ഈ ദേഹത്തിൽ നിന്ന് ഉണർന്ന് ഉയർന്ന് ആത്മതലത്തിലേക്ക് എത്തിയ മഹാത്മാക്കൾക്ക് ദേഹാദികളുടെ, മനസ്സിൻ്റെ, ബുദ്ധിയുടെ, ഇന്ദ്രിയങ്ങളുടെ ഒരു തരത്തിലുള്ള വികാരങ്ങളും ബാധിക്കപ്പെടുന്നില്ല. അപ്പോൾ അവിടേക്കാണ് നമ്മളും അന്തർമുഖരായി ചെല്ലേണ്ടത്. അതിനാണ് നമ്മുടെ ധ്യാനാദികളൊക്കെ നമ്മൾ അഭ്യസിക്കുന്നത്. ജാതി നീതി കുലഗോത്രദൂരകം നാമരൂപഗുണദോഷവർജിതം ദേശകാല വിഷയാദിവർത്തിയത് ബ്രഹ്മതത്വമസി ഭാവയാത്മനി. മനോബുദ്ധ്യഹങ്കാരചിത്താനി നാഹം ന ച ശ്രോത്രജിഹ്വേ ന ച പ്രാണനേത്രേ ന ച ഘ്രാണനേത്രേ ന ച വ്യോമഭൂമിർന തേജോ ന വായുഃ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ആ തലത്തിൽ നമ്മളും സ്വയം നമ്മെക്കുറിച്ച്, ആത്മാവിനെക്കുറിച്ച് അറിയണം. ഈ പുറത്ത് കൃഷ്ണനെ വർണ്ണിക്കുന്നതൊക്കെ ഇവിടേക്കും ബാധകമാണ്. എന്തൊക്കെയാണോ കൃഷ്ണനെക്കുറിച്ച് പറഞ്ഞത് ഇതൊക്കെ അകത്തിരിക്കുന്ന കൃഷ്ണനെക്കുറിച്ചാണെന്നും കൂടി മനസ്സിലാക്കുക. അപ്പോൾ സൂര്യനെ, സൂര്യനിർമ്മിതമായിട്ടുള്ള മേഘങ്ങളോ മഞ്ഞോ ഉപരാഗമോ മറയ്ക്കാത്തതുപോലെ, ബാധിക്കാത്തതുപോലെ ഈശ്വര സൃഷ്ടിയായിട്ടുള്ള ഒന്നുകൊണ്ടും ഈശ്വരനെ ബാധിക്കപ്പെടുന്നില്ല. ഇതാണ് ഈ ശ്ലോകത്തിന്. അപ്പോൾ അറിയുന്നില്ല, മൂഢന്മാരറിയുന്നില്ല. അവർ നമ്മളെപ്പോലൊരാളായിട്ട്, അജ്ഞാനിയായിട്ട് ഭഗവാനെ കരുതുന്നു. തം ക്ലേശകർമ്മ പരിപാക ഗുണപ്രവാഹൈഃ അവ്യാഹതാനുഭവം ഈശ്വരമദ്വിതീയം പ്രാണാദിഭിഃ സ്വവിഭവൈരുപഗൂഢമന്യോ മന്യേത സൂര്യമിവ മേഘഹിമോപരാഗൈഃ. അദോജുർമുനയോ രാജൻ ആഭാഷ്യാനഗദുന്ദുഭിം സർവേഷാം ശൃണ്വതാം രാജ്ഞാം തഥൈവാച്യുതരാമയോഃ. അധോജുർമുനയോ രാജൻ ആഭാഷ്യാനഗദുന്ദുഭിം സർവേഷാം ശൃണ്വതാം രാജ്ഞാം തഥൈവാച്യുതരാമയോഃ. ശ്രീ ശുകബ്രഹ്മർഷി തുടരുകയാണ്. കഴിഞ്ഞ ശ്ലോകം വരെ നാരദന്റെ വാക്കുകളാണ്, അത് കഴിഞ്ഞ് ശ്രീ ശുകബ്രഹ്മർഷിയുടെ വാക്കുകളാണ്. അധ ഊജുഹു മുനയോ രാജൻ ആഭാഷ്യ ആനഗദുന്ദുഭിം. ഹേ രാജൻ, അല്ലയോ പരീക്ഷിത്ത് രാജാവേ, മുനയഃ അധ ഊജു, മുനികൾ പിന്നീട് പറഞ്ഞു. ആരോട്? ആനഗദുന്ദുഭിം ആഭാഷ്യ. ആനഗദുന്ദുഭി വസുദേവരുടെ പേരാണ്, നമുക്കറിയാം. അപ്പോൾ വസുദേവരെ അഭിമുഖീകരിച്ചുകൊണ്ട്, വസുദേവരെ അഡ്രസ് ചെയ്തുകൊണ്ട്, ആഭാഷണം ചെയ്തുകൊണ്ട് മുനികൾ പറഞ്ഞു. സർവേഷാം രാജ്ഞാം ശൃണ്വത, അവിടെ കൂടിയിരിക്കുന്ന എല്ലാ രാജാക്കന്മാരും കേട്ടിരിക്കെ. തഥായേവ, അപ്രകാരം തന്നെ അച്യുതരാമയോഹോ, അച്യുതരാമയോഹോ ശൃണ്വത, അച്യുതനും രാമനും എന്നുവെച്ചാൽ കൃഷ്ണനും ബലരാമസ്വാമിയും കേട്ടുകൊണ്ടിരിക്കെ, രാജാക്കന്മാരെല്ലാം കേട്ടുകൊണ്ടിരിക്കെ, ആനകദുന്ദുഭിയെ നോക്കിക്കൊണ്ട് മുനികൾ ആ ചോദ്യത്തിന് മറുപടി കൊടുത്തു. അപ്പോൾ മുമ്പേ നാരദൻ കൊടുത്ത
ആ ഒരു കാര്യത്തിൽ ഭഗവാന്റെ മഹിമയെ പറഞ്ഞതിൽ തന്നെ തത്വമുണ്ട് കുറെ. പക്ഷെ ആ തത്വം ഈ പറഞ്ഞ ആളുകൾക്കൊന്നും പെട്ടെന്നൊന്നും ഗ്രഹിക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ പിന്നെന്താ വഴി? അല്ലേ? കൃഷ്ണതത്വം അത് ആത്മതത്വം തന്നെയാണെന്ന് ഗ്രഹിക്കണമെങ്കിൽ ആദ്യം അന്ധക്കരണശുദ്ധി വരണം. ഹൃദയത്തിന് പക്വതയും വികാസവും സൂക്ഷ്മതയും ഒക്കെ ഉണ്ടാവണം. അപ്പോൾ അതിന് എന്താ വഴി? അതിനാണ് പ്രവൃത്തിധർമ്മം, കർമ്മയോഗം, യജ്ഞകർമ്മങ്ങൾ ചെയ്യുക. അതിലേക്ക് വരികയാണ്. അപ്പോൾ തത്വം ആദ്യം പറഞ്ഞു നാരദന്റെ വാക്കുകളിലൂടെ. ആ തത്വം അറിയാനുള്ള യോഗ്യത നമ്മൾ കൈവരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് പ്രവൃത്തിധർമ്മം. അപ്പോൾ നിവൃത്തിയാണ് ആത്യന്തികമായിട്ടുള്ള മാർഗം, ലക്ഷ്യം. അവിടുന്നാണ് ആ ഭഗവാനെ കാണാൻ കഴിയുക, ഭഗവത് തത്വം അറിയാൻ കഴിയുക. അപ്പം അതിനുള്ള വഴി എന്താ? അതാണ് പറയാൻ പോകുന്നത്. കർമ്മണ കർമ്മ നിർഹാരഃ ഏഷ സാധു നിരൂപിതഃ യത് ശ്രദ്ധയാ യജേത് വിഷ്ണും സർവയജ്ഞേശ്വരം മഗൈഃ. കർമ്മണ കർമ്മ നിർഹാരഃ ഏഷ സാധു നിരൂപിതഃ യത് ശ്രദ്ധയാ യജേത് വിഷ്ണും സർവയജ്ഞേശ്വരം മഗൈഃ. അപ്പോൾ കർമ്മണ കർമ്മ നിർഹാരഃ, കർമ്മം കൊണ്ട് കർമ്മത്തിൻ്റെ നിർഹാരം അഥവാ നാശം എങ്ങനെയായിരിക്കണം എന്ന് സാധു നിരൂപിതഃ, ഈ വിഷയം നല്ലതുപോലെ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഒന്ന് ആമുഖമായി പറയണം. എങ്ങനെയാണത്? ചുരുക്കി പറഞ്ഞു. അതിൻ്റെ ആദ്യം ഒരു ആമുഖമായി ക്ലൂ കൊടുക്കണം. എന്താണ് കർമ്മം കൊണ്ട് കർമ്മനിർഹാരം? സർവയജ്ഞേശ്വരം വിഷ്ണും മഖൈഃ ശ്രദ്ധയാ യജേത്. ഏഷഃ കർമ്മണ കർമ്മനിർഹാരഃ സാധു നിരൂപിതഃ. അപ്പോൾ സർവയജ്ഞേശ്വരം വിഷ്ണും മഖൈഃ ശ്രദ്ധയാ യജേത്. ഇതാണ് പ്രതിവിധി. കർമ്മം കൊണ്ട് കർമ്മനിർഹാരം സാധിക്കാൻ ഏത് കർമ്മമാണ് ചെയ്യേണ്ടത്? സർവയജ്ഞേശ്വരനായ വിഷ്ണുവിനെ, സർവയജ്ഞങ്ങളുടെയും ഫലദാതാവായിരിക്കുന്ന സർവവ്യാപിയായ ആ ചൈതന്യത്തെ, വിഷ്ണുവിനെ, മഖൈഹി യാഗങ്ങളെ കൊണ്ട്, മഖങ്ങളെ കൊണ്ട്, ശ്രദ്ധയാ യജേത് ഭക്തിയോടുകൂടെ ശ്രദ്ധയോടുകൂടെ ആരാധിക്കുക എന്നതാണ്. ഏഷഃ ഇതാണ് കർമ്മണ കർമ്മനിർഹാരഃ, കർമ്മം കൊണ്ട് കർമ്മനിർഹാരം എന്ന് സാധു നിരൂപിതഃ, നല്ലതുപോലെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നതാണ്. കാലാകാലങ്ങളായിട്ട് ഇതാണ് മാർഗം. യോഗസ്ഥകുരു കർമാണി സംഗം ത്യക്ത്വാ ധനഞ്ജയ സിദ്ധ്യസിദ്ധ്യോ സമോ ഭൂത്വാ സമത്വം യോഗ ഉച്യത്തെ. യോഗസ്ഥനായിട്ട് കർമ്മങ്ങൾ ചെയ്യുക. യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ ഭക്തി യോഗസ്ഥനായിട്ട് ഈശ്വരനിൽ സമർപ്പിച്ചതായിട്ട് കർമ്മയോഗം അനുഷ്ഠിക്കുക. അല്ലേ? യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധനഃ തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഗഃ സമാചര. യജ്ഞാർത്ഥമല്ലാത്ത കർമ്മങ്ങളെല്ലാം ബന്ധന കാരണമാണ് ഈ ലോകത്തിൽ. അതുകൊണ്ട് യജ്ഞാർത്ഥമായിട്ട് കർമ്മം ചെയ്യണം. ആ യജ്ഞം എന്നാൽ വിഷ്ണുവിനുള്ള ആരാധന. വിഷ്ണു എന്ന് പറഞ്ഞാൽ സർവത്ര നിറഞ്ഞിരിക്കുന്ന ചൈതന്യം. അപ്പോൾ സർവത്ര നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തെ അറിഞ്ഞ് ആ ചൈതന്യത്തിൻ്റെ സന്തോഷത്തിനായിക്കൊണ്ട്, പ്രീതിക്കായിക്കൊണ്ട് നമ്മുടെ കർമ്മങ്ങളെ മാറ്റലാണ് യജ്ഞം. യതഃ പ്രവൃത്തിർഭൂതാനാം ഏന സർവമിദം തദം സ്വകർമ്മണാ തമഭ്യർച്ച്യ സിദ്ധിം വിന്ദതി മാനവഃ. എവിടെ നിന്നാണോ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഉൽപ്പത്തി, ഏതൊരുവനാലാണോ എല്ലാം വ്യാപിച്ച് നിലനിൽക്കപ്പെടുന്നത്, ഓരോരുത്തരും അവരവരുടെ കർമ്മങ്ങളെ അവനുള്ള ആരാധനയാക്കി മാറ്റുക. സ്വകർമ്മണാ തമഭ്യർച്ച്യ. അപ്പോൾ അതിൻ്റെ ഒരു പ്രതീകാത്മകമായി
എപ്പോഴും മഖങ്ങളും അനുഷ്ഠിക്കുക, യാഗങ്ങൾ, യജ്ഞങ്ങൾ അനുഷ്ഠിക്കുക. ഈശ്വരാരാധനയെ എങ്ങനെ ചെയ്യണമെന്ന് അഭ്യസിക്കാൻ വേണ്ടിയിട്ടാണ് യാഗശാലകൾ നിർമ്മിച്ച്, ഹോമകുണ്ഡങ്ങൾ നിർമ്മിച്ച്, യാഗദ്രവ്യങ്ങളെ കൊണ്ട്, വേദമന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് വിധിയാമണ്ണം ഹവിസ്സുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. ഇതുപോലെ ആവണം ജീവിതവും. നമ്മുടെ ജീവിതം ഒരു യജ്ഞശാലയിലാണ്. അതിൽ നമ്മൾ എവിടെയാണ് നമ്മളിപ്പോൾ കർമ്മം ചെയ്യുന്നത്, അതാണ് നമ്മുടെ ഇപ്പോൾ ഉള്ളതായിട്ടുള്ള ഹോമകുണ്ഡം. അവിടേക്ക് നമ്മൾ എന്താണ്, ഏത് ദേവതയ്ക്ക് ഏത് ഹവിസ്സാണ് സമർപ്പിക്കേണ്ടത് എന്ന് വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ അതാത് കർമ്മങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് വിവേകപൂർവം ചെയ്യുക. എല്ലാ കർമ്മവും ഒരുപോലെ ചെയ്യാനുള്ളതല്ല. എവിടെ എന്താണോ ആപ്റ്റായിരിക്കുന്നത് അവിടെ അത് ചെയ്യുക. അതിനുള്ള വകതിരിവാണ് ഉണ്ടാക്കേണ്ടത്. ആ വകതിരിവ് അഭ്യസിക്കാൻ ഈ യാഗശാലയിലെ അഭ്യാസം പര്യാപ്തമാണ്. നല്ല സൂക്ഷ്മത കൈവരിക്കാൻ, നല്ല ശ്രദ്ധ കൈവരിക്കാൻ ഈ യാഗശാലയിലുള്ള യാഗയജ്ഞങ്ങളിലൊക്കെ പങ്കെടുത്തു കഴിഞ്ഞാൽ ആ അഭ്യാസം ജീവിതത്തിലേക്ക് വളരെ ഗുണപ്രദമാണ്. അപ്പോൾ സർവയജ്ഞേശ്വരനായ വിഷ്ണുവിനെ ശ്രദ്ധയാ മകൈഹി യജേത്, ശ്രദ്ധാപൂർവം യാഗങ്ങളെ കൊണ്ട് യജിക്കേണ്ടതാണ് എന്നാണ് ഇവിടെ കർമ്മങ്ങളെ കൊണ്ട് കർമ്മനിർഹാരത്തിനുള്ള മാർഗം. അതിന് ഇനി ചുരുക്കി വിസ്തരിക്കുന്നുണ്ട്. ചുരുക്കി വിസ്തരിക്കുക എന്ന് വെച്ചാൽ വളരെ ഇതായിട്ടല്ല, ഭഗവാൻ ഗീതയിൽ വിസ്തരിച്ച പോലെയൊന്നുമില്ല, വളരെ ചുരുങ്ങിയ വാക്കുകളെ കൊണ്ട് ഋഷിമാർ പറയുന്നുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നാളെ ഇല്ല, ഇന്നുമില്ല, നാളെയും ഇല്ല, മറ്റന്നാൾ കാണാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ നാരായണ. ഹരി ഓം. എല്ലാവർക്കും വൃശ്ചികമാസ മണ്ഡലമാസ ആശംസകൾ. അയ്യപ്പസ്വാമി എല്ലാവരുടെയും കൂടെ ഉണ്ടാവട്ടെ.